ഷഅബാനിൻ്റെ വളരെ ശ്രേഷ്ഠമായ ഫിഹാ യുഫ്റഖു കുല്ലു അംറിൻ ഹകീം, അള്ളാഹുവിൻ്റെ അജയ്യമായ തീരുമാനങ്ങൾ ഒരു വർഷത്തേക്ക് മനുഷ്യരുടെ ഖദർ ഖലാഉകൾ നിശ്ചയിക്കപ്പെടുന്ന, പുനർനിർവചിക്കപ്പെടുന്ന ഒരു രാവ്. اللهم بارك لنا فيما بقي من شعبان وبلغنا رمضان. ഷഅബാനിലെ ഇനി ബാക്കി നിൽക്കുന്ന ദിനരാവുകളിൽ അല്ലാഹുവേ ഞങ്ങൾക്ക് ബറക്കത്ത് നൽകണമേ. വബല്ലിഗ്നാ റമളാൻ, റമളാനിനെ ഞങ്ങളിലേക്ക് എത്തിച്ചു തരണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. 21-ാം നൂറ്റാണ്ടിൽ നമ്മൾ ജീവിക്കുമ്പോൾ കഴിഞ്ഞ ഒരു നൂറ്റാണ്ട് മുമ്പുള്ള ചാലഞ്ചുകളല്ല, പ്രതിസന്ധികളല്ല, അതിലും രൂക്ഷമായ പ്രതിസന്ധികൾ നമ്മൾ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. സമസ്തകല ജമീഅത്തുൽ ഉലമ അതിൻ്റെ 100-ാം വാർഷികം ആഘോഷിക്കുന്ന ഈ ഫെബ്രുവരി ആദ്യവാരം ഒരു 100 വർഷം പിന്നിട്ട് കഴിഞ്ഞ് നമ്മൾ നിൽക്കുമ്പോൾ നമ്മുടെ മുൻഗാമികൾ വിശ്വാസപരമായി, ആദർശപരമായി അവർക്ക് ഒരിക്കലും അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടില്ലാത്ത വിധമുള്ള പരീക്ഷണങ്ങൾ ഈമാനികമായി ഈ സമൂഹം നേരിടുന്നുണ്ട് എന്ന് നമുക്കൊക്കെ അറിയാം. അത് ചെറുപ്പക്കാർക്ക് മാത്രമല്ല, വിദ്യാർത്ഥിനികൾക്ക് മാത്രമല്ല, ക്യാമ്പസുകളിൽ മാത്രമല്ല, സാധാരണക്കാർക്ക് പോലും അവരവരുടെ ഓരോരുത്തരുടെയും ഇബാദത്തിലും ചര്യകളിലും വിർദുകളിലും ഖുർആൻ പാരായണത്തിലും വിശുദ്ധ ഖുർആനിനെ സംബന്ധിച്ചുള്ള നമ്മുടെ അറിവുകളിലുമൊക്കെ ചാഞ്ചാട്ടം സൃഷ്ടിക്കുവാൻ പൈശാചിക ശക്തികൾക്ക് സാധിച്ചിട്ടുണ്ട് എന്നത് ഒരു സത്യമാണ്. പക്ഷേ ഖുർആൻ കാലങ്ങളെ അതിജീവിച്ച് മുന്നോട്ട് പോകും. പരീക്ഷണങ്ങൾ എന്നത് ദീനിനെ സംബന്ധിച്ചിടത്തോളം അതൊരു പുതിയതല്ല. യുരീദൂന ലിയുത്ഫിഉ നൂറല്ലാഹി ബിഅഫ്വാഹിഹിം, അള്ളാഹു തിരികൊളുത്തി വെച്ച പ്രകാശം ശത്രുക്കൾ അവരുടെ വായ കൊണ്ട് ഊതിക്കെടുത്താൻ ശ്രമിക്കുന്നു എന്ന് പറയുന്നിടത്ത് തന്നെ വാക്കുകളിലും എഴുത്തുകളിലുമായി ചിന്തകളിലൂടെ ഒരു സമൂഹത്തിൻ്റെ വിശ്വാസധാരയ്ക്ക് തുരങ്കം വയ്ക്കാൻ ശ്രമങ്ങൾ ലോകത്ത് നടക്കും എന്ന് ഖുർആൻ എടുത്തു പറയുകയാണ്. കുഫറിലേക്ക്, ഷിർക്കിലേക്ക്, അല്ലെങ്കിൽ ഇൽഹാദിലേക്ക്, ദൈവനിഷേധത്തിലേക്ക്, നാസ്തികതയിലേക്ക് മനുഷ്യനെ തള്ളിവിടുന്ന ചിന്തകൾ നമ്മുടെ എഴുത്തുകളിലും പരിസരങ്ങളിലും നമ്മുടെ കുട്ടികൾ, നമ്മൾ ഒക്കെ വായിക്കാനും കേൾക്കാനും കാണാനും ഒക്കെ നമുക്ക് അനുഭവവേദ്യമാകുമ്പോൾ, അവസരങ്ങളുണ്ടാകുമ്പോൾ അതിന് തിരിച്ചൊരു ക്വസ്റ്റ്യൻ, ആ ഒരു വിഷയത്തെ അനലൈസ് ചെയ്യാനുള്ള, അതിനെ കീറിമുറിച്ചതിൻ്റെ യാഥാർത്ഥ്യത്തെ തിരിച്ചറിയാനുള്ള ഒരു അറിവ് നമുക്ക് ലഭിച്ചില്ലെങ്കിൽ കാര്യം വളരെ അപകടത്തിലായിരിക്കും. പക്ഷെ ഒരു കാര്യം സ്പഷ്ടമാണ്, ഇത്രമേൽ ഹക്കീമായ അല്ലാഹു ജല്ല ജലാലു ദീനിൻ്റെ, ശരീഅത്തിൻ്റെ ഓരോ പ്രമാണവും, ഓരോ നിയമവും, ഓരോ വീക്ഷണവും വളരെ വ്യക്തമാണ്, സുതാര്യമാണ്, മനുഷ്യൻ്റെ നന്മയ്ക്ക് മാത്രമുള്ളതാണ്. മനുഷ്യനെ ഉപദ്രവമായി മാറുന്ന എല്ലാ ചിന്തകളിൽ നിന്നും മനുഷ്യനെ അകറ്റി നിർത്താൻ വിശുദ്ധ ഇസ്ലാമിൻ്റെ സംവിധാനത്തിനെ കഴിയൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം. സയൻസ്, ശാസ്ത്രം എന്ന് പറയുന്നത്
നമ്മൾ പഠിക്കുമ്പോഴും അതിൻ്റെ കൂടെ വിശുദ്ധ ദീൻ നമ്മൾ പഠിച്ചില്ലെങ്കിൽ ഒരു നല്ല മനുഷ്യനാവാൻ കഴിയില്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ കൈകളിൽ വരുന്ന, മനുഷ്യന് നേടിയെടുക്കാൻ കഴിയുന്ന ശക്തി അത് മറ്റൊരാളെ ഉപദ്രവിക്കാനുള്ളതല്ല എന്ന് പറഞ്ഞു തരേണ്ടത് ദീനിൻ്റെ ദൗത്യമാണ്. അത് സയൻസിന് പറയാൻ കഴിയില്ല, അത് അവരുടെ വിഷയവുമല്ല. ഒരു കത്തി കൊണ്ട് മറ്റൊരാളെ അതിക്രമിക്കാൻ പാടില്ലെന്ന്, അത് അടുക്കളയിൽ മനുഷ്യൻ്റെ ആഹാര വ്യവഹാരങ്ങൾക്ക് ഉപയോഗിക്കാനുള്ളതാണെന്നും അല്ലെങ്കിൽ അനുബന്ധ കാര്യങ്ങൾക്കുള്ളതാണെന്നും ഒരു മനുഷ്യനെയും ഇതുകൊണ്ട് ഉപദ്രവിക്കരുത് എന്നും പറഞ്ഞു കൊടുക്കുന്നത് ദീൻ മാത്രമാണ്. സ്കൂളുകൾക്കത് പറയാൻ സ്കോപ്പില്ല, അവർക്കത് പഠിപ്പിക്കാൻ കഴിയില്ല. ന്യൂക്ലിയർ ബോംബുകൾ ഉണ്ടാക്കുമ്പോൾ, ആറ്റം ബോംബുകൾ ഉണ്ടാക്കുമ്പോൾ മനുഷ്യനെതിരെ ഇത് ഉപയോഗിക്കാൻ പാടില്ല. മനുഷ്യനുണ്ടാക്കി വെച്ച പുരോഗതിക്കെതിരെ അതിനെ തമസ്കരിക്കാനോ ഇല്ലായ്മ ചെയ്യാനോ ഇത് ഉപയോഗിക്കരുത്. ന്യൂക്ലിയർ പവർ എന്ന് പറയുന്നത് മനുഷ്യൻ്റെ അഡ്വാൻസ്മെൻറ്റിന് വേണ്ടി അനുയുക്തമായി ഉപയോഗിക്കാനുള്ളതാണ് എന്ന് പറഞ്ഞു കൊടുക്കണമെങ്കിൽ അവിടെ മതം വേണം, ദീൻ വേണം. അതുകൊണ്ട് വിശുദ്ധ ഇസ്ലാമിൻ്റെ, ഖുർആനിൻ്റെ ആശയങ്ങളെ മാറ്റി നിർത്തി മനുഷ്യനാവാൻ കഴിയില്ല. നമുക്ക് ശാസ്ത്രജ്ഞനാവാൻ പറ്റും, അറിവുണ്ടായേക്കും, പക്ഷെ മനുഷ്യത്വം എന്ന് പറയുന്നത് അല്ലാഹു ജല്ല ജലാലുവിൻ്റെ നിർദ്ദേശങ്ങളിൽ നിന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലാ യജ്രിമന്നകും ശനആനു ഖൗമിൻ അലാ അല്ലാ തഅദിലു യഅദിലു ഹുവ അഖറബു ലിത്തഖ്വാ ولا يجرمنكم شنآن قوم على ألا تعدلوا. ഒരു സമൂഹത്തോടുള്ള നിങ്ങളുടെ വെറുപ്പ് ആ സമൂഹത്തോട് അനീതി ചെയ്യാൻ ഒരിക്കലും നിങ്ങളെ പ്രേരിപ്പിക്കരുത് എന്ന് പഠിപ്പിക്കുകയാണ് ഖുർആൻ. ഒരു വിഭാഗത്തെ, ഒരാശയത്തെ, ഒരാദർശത്തെ, ഒരു രാഷ്ട്രീയ സംവിധാനത്തെ, ഒരു മതപരമായ സംവിധാനത്തെ, ഒരു സാംസ്കാരിക സംഘടനയെ, എന്തോ ആകട്ടെ, അന്യമനുഷ്യരാവട്ടെ, നിങ്ങൾക്ക് ആരോടെങ്കിലും എതിർപ്പുണ്ട് എന്ന് വിചാരിച്ച് ആ മനുഷ്യർ ചെയ്യുന്ന നന്മകളെ നിങ്ങൾ കാണാതെ പോകരുത്. തിന്മകൾ തിന്മകളായിട്ട് കാണണം എന്ന് വിചാരിച്ച് നമുക്കിഷ്ടമില്ലാത്തത്, ഇഷ്ടമില്ലാത്ത ആളുകൾ ചെയ്യുന്നത് മുഴുവൻ തെറ്റാണ് എന്ന് നിങ്ങൾ പറയരുത്. അവർക്ക് അർഹിക്കുന്ന നീതി നിങ്ങൾ സമ്മതിച്ചു കൊടുക്കണം എന്ന് പറയുകയാണ് വിശുദ്ധ ഖുർആൻ. ആലോചിച്ച് നോക്കി, എത്ര മനോഹരമാണത്. അപ്പോഴാണ് നമ്മൾ മനുഷ്യരാവുന്നത്. അല്ലെങ്കിൽ മൃഗങ്ങളാണ്. മൃഗങ്ങൾക്ക് ശത്രുത തോന്നിയാൽ തൻ്റെ പ്രതിയോഗിയെ കടിച്ച് കീറി ഇല്ലായ്മ ചെയ്യാൻ ഒരു മൃഗം നോക്കുക. മനുഷ്യനോട് പറയുന്നത് നിങ്ങളുടെ ചിന്തകളെ, വിചാരങ്ങളെ നിങ്ങൾ നിയന്ത്രിക്കണം എന്ന് പറയുകയാണ്. ആ നിയന്ത്രണം നമ്മൾ അതിനെ തർബിയത്ത് എന്ന് വിളിക്കാം, തസ്കിയത്ത് എന്ന് വിളിക്കാം. നമ്മൾ നമ്മളെ പരിപോഷിപ്പിച്ചു കൊണ്ടുവരികയാണ്. റമളാൻ അതിനുള്ള അവസരമാണ്. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, നിങ്ങൾക്ക് വലിയ ഒരു പ്രതിസന്ധിയുണ്ട്. ആ പ്രതിസന്ധി പിശാചിൻ്റെ നിങ്ങളുടെ ജീവിതത്തിലെ ഇടപെടലാണ്. ആ ഇടപെടലിനെ നിങ്ങൾ അതിശക്തമായി നിരീക്ഷിച്ചില്ലെങ്കിൽ നിങ്ങൾ പെട്ടുപോകും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സൂറത്തുൻ നിസായിലെ വളരെ മനോഹരമായ അല്ലാഹുവിൻ്റെ ചില ആയത്തുകൾ നമുക്ക് പരിശോധിക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. إن الله لا يغفر أن يشرك به ويغفر ما دون ذلك لمن يشاء ومن يشرك بالله فقد ضل ضلالا بعيدا.
إن يدعون من دونه إلا إناثا وإن يدعون إلا شيطانا مريدا لعنه الله وقال لأتخذن من عبادك نصيبا مفروضا. പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായ അല്ലാഹു ജല്ല ജലാലു എന്താ നമ്മൾ പന്തലിട്ടുകൊണ്ടാണോ സർവേശ്വരനായ സർവശക്തനായ അള്ളാഹുവിനോട് മനുഷ്യൻ വിധേയത്വം കാണിക്കുന്നത് ആ പടച്ചവന് മാത്രം വണങ്ങിക്കൊണ്ടാണ്, അള്ളാഹുവിന് ഇബാദത്ത് ചെയ്തുകൊണ്ടാണ്. മനുഷ്യൻ ഷിർക്ക് ചെയ്യരുത് എന്ന് വിശുദ്ധ ഖുർആൻ പറയാൻ. ഷിർക്കുൽ അക്ബറുണ്ട്, ഷിർക്കുൽ അസ്ഗറുണ്ട്. മില്ലത്തിൽ നിന്ന് മനുഷ്യനെ പുറത്തു കളയുന്ന, അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ ദായിറയിൽ നിന്ന് മനുഷ്യൻ പുറത്തായി പോകുന്ന ഒരു ഷിർക്ക് പറയുന്നത് അല്ലാഹു ജല്ല ജലാലുവിൻ്റെ പരമാധികാരത്തെ മനുഷ്യൻ അംഗീകരിക്കാതിരിക്കുമ്പോഴാണ്. പടച്ചതമ്പുരാന് മക്കളുണ്ട് എന്ന് വാദിച്ചവർ, മലക്കുകൾ അല്ലാഹുവിൻ്റെ പെൺമക്കളാണ് എന്ന് പറഞ്ഞവരെ, പടച്ചവനല്ലാതെ ദൈവങ്ങളുണ്ട് എന്ന് പറയുന്നവർ, ഇതൊക്കെ ഇതൊക്കെ അപകടകരമായ വിശ്വാസങ്ങളാണ്. ഖുർആൻ പറഞ്ഞു ഇയദഊന ഇല്ലാ ശൈത്വാനം മരീദ. അഭിശപ്തനായ പിശാചിനെയാണ് അവരാരാധിക്കുന്നത്. ഇനി പറയുന്ന പിശാച് മനുഷ്യനിൽ എങ്ങനെ ഇടപെടുന്നു എന്നത് 21-ാം നൂറ്റാണ്ടിൽ എത്തി നിൽക്കുന്ന നമ്മുടെ കൺമുമ്പിൽ നമ്മൾ കാണുകയാണ്. ഈ ആയത്തുകൾ പുലർന്നു കഴിയുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലഅനഹുല്ലാഹ് വഖാല ലഅത്തഖിദന്ന മിൻ ഇബാദിക നസീബൻ മഫ്റൂളാ. ലഅനഹുല്ലാഹ്, പിശാചിനെ, അവനെ അല്ലാഹു ശപിച്ചിരിക്കുന്നു. വഖാൽ, അല്ലാഹുവിനോട് പിശാച് പറഞ്ഞു, وقال لأتخذن من عبادك نصيبا مفروضا. വലിയ ഒരു വിഭാഗം ആളുകളെ ഞാൻ എൻ്റെ വഴിയിലേക്ക് കൊണ്ടുപോകും. പിശാച് പറയാ, ഞാൻ എൻ്റെ ആളുകളാക്കി മാറ്റും. പടച്ചോനെ, പിശാചിനെ കൊല്ലാൻ നമുക്ക് കഴിയില്ല. ഇന്നക മിനൽ മുൻദരീൻ, നിനക്ക് ആയുസ്സുണ്ട് എന്ന് പടച്ചവൻ പിശാചിനോട് തന്നെ പറഞ്ഞു. ഖിയാമത്ത് വരെ നിനക്ക് ആയുസ്സുണ്ട്. എന്തൊക്കെ അവൻ ചെയ്യുന്ന പറഞ്ഞെന്നറിയോ? വലഉദില്ലന്നഹും വലഉമന്നിയന്നഹും വലആമുറന്നഹും ഫലയുബച്ചികുന്ന ആദാനൽ അൻആം വലആമുറന്നഹും ഫലയുഗയ്യിറുന്ന ഖൽഖല്ലാഹ് ومن يتخذ الشيطان وليا من دون الله فقد خسر خسرانا مبينا. അല്ലാഹുവിനോട് വെല്ലുവിളിച്ചുകൊണ്ട് പിശാച് പറഞ്ഞു, വല ഉദില്ലന്നഹും, മനുഷ്യരെ മുഴുവൻ ഞാൻ വഴിവഴപ്പിക്കും. പിന്നെ അവനൊരു കാര്യം പറഞ്ഞു, നിന്റെ സച്ചരിതരായ അടിമകളെ അവരെനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ബാക്കി ജീവിതത്തിൻ്റെ ലക്ഷ്യമറിയാതെ നടക്കുന്ന സർവ്വ മനുഷ്യരെയും ഞാൻ വഴിതെറ്റിച്ചു കൊണ്ടുപോകും. വല ഉദില്ലന്നഹും, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തിൻ്റെ വഴി ഏതോ ആ വഴിയിൽ നിന്ന് മനുഷ്യനെ പിശാച് അകറ്റിക്കൊണ്ടുപോകും. ഹബീബിൻ്റെ ശരീഅത്തിൽ നിന്ന്, ശിർഅത്തിൽ നിന്ന്, മിൻഹാജിൽ നിന്ന് മനുഷ്യനെ പിശാച് ഇങ്ങനെ അകറ്റിക്കൊണ്ടുപോകും. മെല്ലെ മെല്ലെ മക്കൾ നിസ്കരിക്കാണ്ടാവും. അതാണ് വിഷയം. അപ്പോൾ ജുമുഅക്ക് ചെറിയൊരു ബ്രേക്ക് ഉണ്ടല്ലോ, പക്ഷെ ജുമുഅ നിസ്കരിക്കാൻ പറ്റും. ളുഹർ നിസ്കരിക്കാൻ സമയമുണ്ടല്ലോ, പക്ഷെ ളുഹർ നിസ്കരിക്കാൻ പറ്റുന്നില്ല.
ക്യാമ്പസുകളിൽ ഒതുകൊടുത്ത് എങ്ങനെയെങ്കിലും ഖിബിലാക്ക് തിരിഞ്ഞ് ഏതെങ്കിലും ഒരു മൂലയിലിരുന്ന് നിസ്കരിക്കാൻ നോക്കുമ്പോൾ അതും മക്കൾ പറയും അതിന് വീട്ടിൽ ചെന്നിട്ടാക്കാം. വീട്ടിലെത്തുമ്പോൾ അസറും കൂടെ ഉണ്ടാവും. അപ്പോൾ ളുഹർ ഖളാ ആയിട്ടുണ്ടാവും. ആ ഖളാഇൻ്റെ കൂടെ അസർ നിസ്കരിക്കാൻ നോക്കും, ഒന്നും മതിയല്ലോ എന്ന് വിചാരിക്കും. അപ്പോൾ ളുഹർ അങ്ങ് ഡ്രോപ്പായി പോകും. മെല്ലെ മെല്ലെ ളുഹർ ടൈം ടേബിളിൽ നിന്ന് ഇല്ലാതെയാകും. പാതിരാത്രികളിൽ റീൽസും യൂട്യൂബും നോക്കിയിരുന്നിട്ട്, സോഷ്യൽ മീഡിയ നോക്കിയിരുന്നിട്ട് സുബ്ഹി അങ്ങോട്ട് ഇല്ലാണ്ടാവും. മനുഷ്യനെ മെല്ലെ മെല്ലെ അള്ളാഹുവിൽ നിന്ന് അകറ്റുകയാണ് ഉണ്ടാവുക. വലഉളില്ലന്നഹും, തീർച്ചയായും ഞാൻ അവരെ വഴിപഴപ്പിക്കും. പിന്നെ പറഞ്ഞു വലഉമന്നിയന്നഹും, വലഉമന്നിയന്നഹും, മനുഷ്യർക്ക് ഞാൻ ഇല്ലാത്ത ആഗ്രഹങ്ങൾ അവൻ്റെ മനസ്സിൽ ഞാൻ ഇട്ടുകൊടുക്കും. മനുഷ്യൻ നിലവിട്ട് പറക്കുക എന്ന് പറയില്ലേ, ചെറുപ്പക്കാരങ്ങനെയാണ്. അവരെങ്ങനെയാണ് ജീവിക്കുന്നത്, ജീവിക്കേണ്ടത്. നമ്മുടെ കുട്ടികൾക്ക് അറിയുന്നു എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് അറിയണ്ടേ. കുറേ കറങ്ങി നടക്കുന്നുണ്ട്, ഓടിക്കുന്നുണ്ട് വണ്ടി, കുറേ അഡ്വഞ്ചർ ചെയ്യുന്നുണ്ട്, കുറേ പാർട്ടീസ്, കുറേ ഹാങ് ഔട്ട്, എന്തൊക്കെയോ തിന്നുന്നുണ്ട്, കറങ്ങുന്നുണ്ട്, എന്തൊക്കെയാ ചെയ്യേണ്ടത് അവർക്ക് തന്നെ അറിയില്ല. അല്ല ഉമന്നിയന്നഹും, മരണമുണ്ട്, അവസാനമുണ്ട് എന്നൊരു തോന്നലേ ഈ മക്കളുടെ മനസ്സിലേക്ക് വരാത്ത വിധം പിശാചവർക്ക് ഒന്ന് കഴിഞ്ഞാൽ ഒന്ന്, ആഗ്രഹങ്ങൾ കഴിഞ്ഞാൽ മറ്റൊന്ന്, അനന്തമായ ആഗ്രഹങ്ങൾ, അൺലിമിറ്റഡ് ഹോപ്സ് മനുഷ്യന് ഞാൻ കൊടുക്കും. ഇത് പിശാച് പറഞ്ഞതാണ്. ആലോചിച്ചു, അതിനല്ലേ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മക്കൾക്ക് നില കിട്ടുന്നില്ല എന്ന് പറയാം. എവിടെയാണ് നിൽക്കേണ്ടത്? എൻ്റെ ഒരു ലിമിറ്റ് എന്താണ്? ജീവിതം ഇറ്റേണലാണ്, അല്ലെങ്കിൽ ഫൈനൈറ്റാണ്, അല്ലെങ്കിൽ ഇൻഫിനിറ്റ് ആണ്, അനന്തമായി നീളുന്നതാണ്. എനിക്ക് മരണമൊന്നും, ഞാൻ ഇപ്പോഴത്തൊന്നും മരിക്കൂല, എനിക്ക് കാര്യമായ കുഴപ്പമൊന്നും സംഭവിക്കാൻ പോകുന്നില്ല, എനിക്ക് ചെയ്യാവുന്നതിന് ആരും തടസ്സം നിൽക്കരുത്, എൻ്റെ ആഗ്രഹങ്ങൾ എനിക്ക് ചെയ്യണം. ആഗ്രഹങ്ങൾ മതമായി മാറുന്ന സമയം നോക്കണം. പടച്ചവൻ്റെ നിയമമോ ശരീഅത്തോ അല്ല, എൻ്റെ ആഗ്രഹം എനിക്ക് നടത്തണം. അത് പ്രേമിക്കുന്നവൻ അങ്ങനെ, കള്ളുകുടിക്കുന്നവൻ അങ്ങനെ, ഡ്രഗ് അടിക്കുന്നവൻ അങ്ങനെ, കറങ്ങി നടക്കുന്നവൻ അങ്ങനെ, പഠിക്കാതെ നടക്കുന്നവൻ അങ്ങനെ. എൻ്റെ ആഗ്രഹം അങ്ങനെയാണ്. അത് ആൺകുട്ടിയും പെൺകുട്ടിയും എൻ്റെ ഇഷ്ടമാണ് എൻ്റെ മതം എന്ന് പറയുന്ന വിധം. അതാണ് ഉമന്നിയന്നഹും. അനന്തമായ ആഗ്രഹങ്ങളുടെ ചുരുളുകൾ അഴിച്ചുകൊണ്ട് അല്ലാഹുവിൻ്റെ അടിമകളായി ജീവിക്കേണ്ട ഈ മനുഷ്യരെ അനന്തമായ അലക്ഷ്യമായ സ്വപ്നങ്ങളിലേക്ക് ഞാൻ കൊണ്ടുപോകും. ഹൊറർ ഫിലിമൊന്നും കണ്ട പേടി വരാണ്ടാവും. അത് പോരാ. ചില ഒന്ന് രണ്ട് റിലീസുകളൊക്കെ നടന്നപ്പോഴേ വലിയ വലിയ ഹൊറർ ഫിലിമുകളൊക്കെ ചെയ്ത ആളുകൾ ഒന്നാം എഡിഷനും രണ്ടാം എഡിഷനും മൂന്നാം എഡിഷനൊക്കെ കൊടുത്തപ്പോഴേ അതിലൊന്നും ഇരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ, മനുഷ്യൻ്റെ ഉള്ളിൽ നിന്ന് ലിമിറ്റ് എന്ന് പറയുന്ന സാധനത്തെ ഇല്ലായ്മ ചെയ്തിരിക്കുകയാണ്. ഇത്രയൊന്നും പോരാ, ഇതൊന്നും മതിയായില്ല. ഒരിക്കലും സാറ്റിസ്ഫൈ ചെയ്യാൻ ആ മക്കൾക്ക് തന്നെ അവരോട് തന്നെ ഒരു സെൽഫ് സാറ്റിസ്ഫാക്ഷന് ഒരു 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 ലിമിറ്റ് വെക്കാൻ കഴിയാത്ത വിധം മക്കൾ കുഴങ്ങാണ്. പോലെ ഉമന്നിയന്നഹും. ഈ കാലഘട്ടത്തിൻ്റെ വിഷയം അതാ. അനന്തമായ ആഗ്രഹങ്ങൾ. കൊച്ചുകുട്ടിയോടൊരു വാഹനം മേടിക്കല്ലേ എന്ന് പറഞ്ഞാൽ കുട്ടി ഏറ്റവും മാർക്കറ്റിൽ വിലപിടിപ്പുള്ള വാഹനം കൊണ്ടുവന്നിട്ട് വാപ്പയോട് പറയും, വാപ്പ പറ്റുമെങ്കിൽ നിങ്ങൾ ഈ കാറ് വാങ്ങിച്ചോ. വീടും പറമ്പും മഹല്ല് മൊത്തം വിറ്റാലും കിട്ടാത്ത വാഹനങ്ങളാണ് ഈ മക്കൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.
കൊച്ചുമക്കളുടെ മനസ്സിലേക്ക് ഇതാ വരുന്നത്, അനന്തമായത്. വലആമുറന്നഹും, ഞാൻ അവരോട് പറഞ്ഞു കൊടുക്കും, ഞാൻ അവരോട് നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ടിരിക്കും, ഇന്നത് ചെയ്യ് എന്ന് പറഞ്ഞിട്ട്. ഫലയുബത്തികുന്ന ആദാനൽ അൻആം, മൃഗങ്ങളെ ബലി കഴിച്ചിരുന്നൊരു കാലഘട്ടമായിരുന്നു അത്. ബലിദാനം നടത്തിയിരുന്നു. പരിശുദ്ധ കഅബാലയത്തിലേക്ക് ബലിദാനം കൊണ്ടുവന്നിരുന്ന മൃഗങ്ങളുണ്ടായിരുന്നു ജാഹിലിയ്യ കാലത്തു തന്നെ. ആ മൃഗങ്ങളുടെ ചെവികൾ മുറിച്ച് അല്ലെങ്കിൽ ചെവികളിൽ അടയാളപ്പെടുത്തി മൃഗങ്ങളുടെ രൂപത്തിൽ അള്ളാഹു പടച്ച അവയുടെ ആ രൂപത്തിലൊക്കെ മാറ്റങ്ങൾ ഉണ്ടാക്കി തുടങ്ങും അവർ. അൻആം എന്നത് വലിയ ഒരു ആശയം ഉൾക്കൊള്ളുന്നുണ്ട്. അൻആം അന്ന് ജനങ്ങൾ വാഹനമായി ഉപയോഗിച്ചിരുന്ന സാധനങ്ങൾ കൂടിയാണ്. മനുഷ്യൻ ഉപയോഗിക്കുന്ന, മനുഷ്യൻ്റെ മൊബിലിറ്റി, യാത്ര ചെയ്യാൻ ഉപയോഗിക്കുന്ന സാധനങ്ങൾ, അതിലൊക്കെ ചില സ്റ്റിക്കറുകൾ വന്നു തുടങ്ങും. ആ വാഹനങ്ങൾക്ക് ചില ഡിസൈനുകൾ വരും. ആ വാഹനങ്ങളുടെ പിറകിൽ ചില വേർഡുകൾ, ചില പരാമർശങ്ങൾ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങും. ആ വാഹനങ്ങളുടെ രൂപങ്ങളിൽ മാറ്റങ്ങൾ ഉണ്ടാക്കും. ആ മാറ്റങ്ങളോ ചില പൈശാചികതയിലേക്ക് തോന്നിപ്പിക്കുന്ന ചിന്തകൾ. അങ്ങനെയൊക്കെ ഇതിനെ നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയണം. അതല്ല, അതിനപ്പുറം ഇനി പറയുകയാണ്, വലആമുറന്നഹും, വീണ്ടും പറഞ്ഞു, പിശാച് പറയാൻ, ഞാൻ മനുഷ്യനോട് നിർദ്ദേശിച്ചു കൊണ്ടിരിക്കും. ഫലയുഗയ്യിറുന്ന ഖൽഖല്ലാഹ്, പടച്ചവന്റെ സൃഷ്ടിപ്പിനെ മനുഷ്യൻ മാറ്റിത്തുടങ്ങും. അതാണ് പിശാച് ചെയ്യുന്ന ഏറ്റവും സീരിയസ്, മനുഷ്യനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന പിശാചിൻ്റെ വൃത്തി. മനുഷ്യ ശരീരത്തിൽ പടച്ചതമ്പുരാൻ വെച്ചിട്ടുള്ള സംവിധാനങ്ങളെ പെർമനൻറ്റുകളായിട്ടോ സെമി പെർമനൻറ്റുകളായിട്ടോ ചേഞ്ച് ചെയ്യുക. അപ്പോൾ ഒരു ആണിന് ഒരു പെണ്ണായി മാറാനുള്ള സർജറികൾ ഇന്ന് ലഭ്യമാണ് മാർക്കറ്റിൽ. അള്ളാഹുവിൻ്റെ ഖൽഖിനെ മാറ്റി, പിശാചിൻ്റെ പച്ചയായ പണിയാണിത് എന്ന് വിശുദ്ധ ഖുർആൻ പറയാം. ഫലയുഗയ്യിറുന്ന ഖൽഖല്ലാഹ്, അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിനെ അവർ മാറ്റിമറിക്കും. സ്ത്രീയായി ഒരു സ്ത്രീലിംഗമുള്ള ഒരു സ്ത്രീ, ഒരു പെണ്ണ്, ഒരു മനുഷ്യൻ ആണും പെണ്ണുമാകുന്നത് അവരുടെ വിസർജ്യ സ്ഥാനത്തെ നോക്കിയിട്ടാണ്. അൽഹഖിൽ മാല ബിൽ മബാൽ എന്ന് പറയും. മനുഷ്യൻ മൂത്രൊഴിക്കുന്നത് ആ അവയവത്തിനനുസരിച്ചാണ് ജെൻഡർ നിർണ്ണയിക്കപ്പെടുക എന്നാണ് ശരീഅത്തിന്റെ വീക്ഷണം. പ്രത്യക്ഷത്തിൽ കാണാൻ എന്തായിക്കോട്ടെ, അതൊരു പരീക്ഷണമാണ്. അസുഖങ്ങൾ ഉണ്ടാകുന്നില്ലേ, ഡിഫക്റ്റുകൾ ഉണ്ടാകുന്നില്ലേ മനുഷ്യന്? അതുപോലെ മനുഷ്യൻ മറച്ചു പിടിക്കേണ്ട ഒരു പരീക്ഷണമാണത്. മനുഷ്യൻ എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ വരാറുണ്ട്, മുഖത്ത് എന്തൊക്കെ സർജറികൾ വേണ്ടി വരുന്നുണ്ട് ചില ആളുകൾക്ക്. ഡിഫക്റ്റുകൾ ആരെങ്കിലും സെലിബ്രേറ്റ് ചെയ്യോ? ഇല്ല, അത് ആഘോഷിക്കാനുള്ളതല്ല. അത് മനുഷ്യൻ ഹൈഡ് ചെയ്ത് അവനവൻ്റെ ഡിഗ്നിറ്റിയെ കാത്തു സൂക്ഷിക്കേണ്ടവരാണ്. പക്ഷെ അത് മാറിയിട്ട് അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിനെ മനുഷ്യൻ മാറ്റി തുടങ്ങും. ഫലയുഗയ്യിറുന്ന ഖൽഖല്ലാഹ് വലആമുറന്നഹും ഫലയുഗയ്യിറുന്ന ഖൽഖല്ലാഹ്. ടാറ്റു ചെയ്യുന്നത്, പച്ചകുത്തുക എന്ന് പറയില്ലേ, സ്റ്റിക്കർ ഒട്ടിക്കുന്നതിനെ കുറിച്ചോ മൈലാഞ്ചിയെക്കുറിച്ചോ അല്ല ഞാൻ പറയുന്നത്. പെർമനൻ്റായിട്ട് മനുഷ്യൻ്റെ ചോരയിലൂടെ മരുന്ന് കയറ്റിയിട്ട് മനുഷ്യൻ്റെ സ്കിന്നുകളിൽ വ്യത്യസ്തങ്ങളായ ഷേപ്പുകൾ, രൂപങ്ങൾ, എഴുത്തുകൾ, പച്ച കുത്തുന്ന പരിപാടി, ടാറ്റു ചെയ്യാന്ന് പറയില്ലേ, അത് ഹറാമാക്കിയൊരു കാര്യം. എന്തുകൊണ്ടെന്നറിയോ? മനുഷ്യൻ അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിനെ മാറ്റിമറിക്കുകയാണ് എന്നതിന് പറയാം. അപ്പോൾ കഴുത്തിലും കയ്യിലും കാലിലും സൈഡിലും നെറ്റിയിലും മുഖത്തും മനുഷ്യന് കാണാൻ പാടില്ലാത്തിടത്തും ഒക്കെ ടാറ്റൂകൾ ചെയ്ത് ലോകത്തിൻ്റെ മുമ്പിൽ കാണിച്ചു കൊടുക്കുക. ഞാൻ എൻ്റെ പടച്ചവൻ തന്ന സ്കിൻ കളർ ഞാൻ മാറ്റിയിരിക്കുന്നു, കണ്ടോളൂ.
എൻ്റെ ടാറ്റുവിന് ഇത്ര ലക്ഷം വിലയുണ്ട്, കണ്ടോളൂ. ഇങ്ങനെ ടാറ്റു പോലെയുള്ള പെർമനൻറ്റ് ചേഞ്ചുകൾ മനുഷ്യൻ്റെ ശരീരത്തിൽ വന്നുകൊണ്ടിരിക്കുക. ഈ ട്രെൻഡുകൾ പിശാചിൻ്റെ വൃത്തികളിലെ ഏറ്റവും വൃത്തിഹീനമായ പ്രവൃത്തികളാണെന്നാണ് വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നത്. وَلَأُضِلَّنَّهُمْ وَلَأُمَنِّيَنَّهُمْ وَلَآمُرَنَّهُمْ فَلَيُبَتِّكُنَّ آذَانَ الْأَنْعَامِ وَلَآمُرَنَّهُمْ فَلَيُغَيِّرُنَّ خَلْقَ اللَّهِ وَمَنْ يَتَّخِذِ الشَّيْطَانَ وَلِيًّا مِّن دُونِ اللَّهِ فقد خسر خسرانا മുബീനാ. മനുഷ്യനിൽ പെർമനന്റ് മാറ്റങ്ങൾ ഉണ്ടാക്കുന്നത്, പെണ്ണുങ്ങളൊക്കെ ഐബ്രോസ് ഒക്കെ പെർമനന്റ് ആയിട്ട് പെയിന്റ് ചെയ്ത് വെക്കുന്ന പോലെ ചെയ്യാൻ പറ്റും. അങ്ങനെ ചെയ്യുന്നുണ്ട്. കണ്ട ഒറിജിനലാന്ന് വിചാരിക്കും, ഇവിടെ സംഗതി പെയിന്റ് അടിച്ചതാണ്. പക്ഷെ അത് കാലങ്ങളോളം നിലനിൽക്കും. അപ്പം മരണം വരെ നിലനിന്ന് വരും. എന്ത് നമ്മുടെ ശരീരത്തിൽ കാലങ്ങളോളം നിലനിൽക്കുന്നുവോ, പെർമനൻ്റായിട്ടുള്ള മാറ്റം നമ്മുടെ സ്കിന്നിൽ വരുത്തുന്നുണ്ടോ, നമ്മുടെ അപ്പിയറൻസ്, നമ്മുടെ രൂപത്തിൽ, ആണ് പെണ്ണാകുന്നതും പെണ്ണാണാകുന്നതൊക്കെ അതിൻ്റെ ഏറ്റവും മൂർത്തീഭാവമാണ്. നമ്മളതിനൊക്കെ എത്ര ലാഘവത്തിലാണ് കാണുന്നത്. ലൈക്ക് അടിച്ചു കൊടുക്കുകയാണ്. എല്ലാ കോമാളിത്തരത്തിലും നമ്മൾ സപ്പോർട്ടാണ്. നമ്മുടെ മഫ്തട്ട കുട്ടികളും മഫ്തടാത്ത കുട്ടികളും ഒക്കെ സപ്പോർട്ട്. ദീനിൻ്റെ ഒരു പ്രമാണവും ദീനിൻ്റെ ഒരു വീക്ഷണവും എന്താണെന്ന് പോലും നമുക്കവിടെ ചിന്തിക്കാൻ കിട്ടുന്നില്ലല്ലേ. പിശാച് പറയുന്നു, നോക്കണേ, അള്ളാഹുവിൻ്റെ താക്കീതാണ്. യഇദുഹും വയുമന്നീഹിം വമാ യഇദുഹുമുശ് ശൈത്വാനു ഇല്ലാ ഗുറൂറാ. യഇദുഹും, പിശാചവർക്ക് ഒരുപാട് വാഗ്ദാനങ്ങൾ ചെയ്യുന്നു. വയുമന്നീഹിം, അനന്തമായ ആഗ്രഹങ്ങൾ മനുഷ്യന് കൊടുക്കും. ആണിനും പെണ്ണിനും അനന്തമായ ആഗ്രഹങ്ങൾ. ശരീരത്തിന് ഒരിക്കലും ആസ്വദിച്ച് തീർക്കാൻ പറ്റാത്ത ആസ്വാദ്യങ്ങളുടെ ലോകം തുറന്നു വെച്ചു കൊടുക്കും. ആസ്വാദനം തന്നെ, അത് സെക്ഷലാണെങ്കിലും ഡ്രഗ് അഡിക്റ്റ് ആയിട്ടാണെങ്കിലും ഭക്ഷണം കഴിച്ചിട്ടാണെങ്കിലും വെറുതെ അലഞ്ഞു തിരിഞ്ഞ് നടന്നിട്ടാണെങ്കിലും ആസ്വാദനങ്ങൾ അവസാനിക്കുന്നില്ല എന്ന് പറഞ്ഞൊരു ക്രൈവിങ്, എന്തെന്നില്ലാത്തൊരു ആർത്തി മനുഷ്യനിൽ പിശാചിട്ട് കൊടുക്കുന്നുണ്ട് എന്ന് ഖുർആൻ പറയാണ്. നമ്മളെ മക്കളൊക്കെ ആ ഒരു ലെവലിലേക്കല്ലേ പോയിക്കൊണ്ടിരിക്കുന്നത്. ആലോചിച്ച് നോക്കൂ. വമാ യഇദുഹുമുശ് ശൈത്വാനു ഇല്ലാ ഗുറൂറാ. ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത, സംഭവിക്കാൻ സാധ്യതയില്ലാത്ത മോഹവാഗ്ദാനങ്ങളാണ് പിശാചവർക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു വേള കണ്ണുകൾ അടഞ്ഞ് ശ്വാസം നിലച്ച് 3 തുണിയിൽ പൊതിയപ്പെട്ട് ഖബറിലേക്ക് പോകേണ്ടവനാണ് മനുഷ്യനെന്ന് ചിന്തിക്കുക പോലും സാധ്യമല്ലാതെ മനുഷ്യനെ അങ്ങ് മയക്കി കിടത്തിയിരിക്കുകയാണ് ആഗ്രഹങ്ങളുടെ അൺലിമിറ്റഡ് ലോകത്തേക്ക്. ഉലൈക മഅവാഹും ജഹന്നം വലാ യജിദൂന അൻഹാ മഹീസാ. നരകത്തിൽ കത്തി അമരുന്ന ഒരു ലോകം അവരെ കാത്തിരിക്കുകയാണ്. അവിടെ നിന്ന് മാറിയിട്ട് മറ്റൊരിടത്തേക്ക് താമസിക്കാൻ പോലും പറ്റാത്ത വിധം അല്ലാഹുവിൻ്റെ കഠിനമായ ശിക്ഷക്കവര് വിധേയരാകും. എന്തുകൊണ്ടെന്നറിയുമോ? ഈ ലോകം വെറും ആസ്വാദനത്തിൻ്റെ ലോകമാണെന്ന് അവർ ചാപ്പയടിച്ചതിൻ്റെ പേരിൽ. ഇപ്പുറത്ത് വേറൊരു വിഭാഗമുണ്ട്, അവർ റമദാൻ കാത്തിരിക്കുന്നവരാണ്, അവർ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കുന്നവരാണ്, അവർ ബറാഅത്തിന്റെ രാവിനെ കാത്തിരിക്കുന്നവരാണ്, ബദരീങ്ങളുടെ ആണ്ടിനെ കാത്തിരിക്കുന്നവരാണവർ. വല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാതി ലസനുദ്ഖിലുഹും ജന്നാത്ത്.
എന്നാൽ അല്ലാഹുവിൽ വിശ്വാസമുണ്ടാവുകയും ഹബീബായ നബി തങ്ങൾ പറഞ്ഞതുപോലെ നേരായ മാർഗത്തിലൂടെ അവരുടെ നിസ്കാരവും അവരുടെ നോമ്പും അവരുടെ വാക്കുകളും അവരുടെ പ്രവൃത്തികളുമെല്ലാം വളരെ കൃത്യമായി അള്ളാഹു നിർദ്ദേശിച്ച പോലെ ജീവിക്കുന്ന അച്ചടക്കമുള്ള ജീവിതമുള്ളവർ, ഡിസിപ്ലിനുള്ളവർ. ഒരു മുസ്ലിം അച്ചടക്കമുള്ള ആളാണ്. അല്ലാത്തവർക്ക് എന്ത് ഡിസിപ്ലിൻ? ആരോട് ചോദിക്കാൻ? സനുദ്ഖിലുഹും ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ ഖാലിദീന ഫീഹാ അബദാ. മനുഷ്യന്റെ കണ്ണുകൾക്ക് ആനന്ദം നൽകുന്ന സ്വർഗീയ അരുവികളുള്ള സ്വർഗത്തിൻ്റെ ആരാമങ്ങളിൽ മരണമില്ലാതെ ജീവിക്കാൻ സൗഭാഗ്യം ഞാൻ ഈ സത്യവിശ്വാസികൾക്ക് നൽകാൻ പോകുന്നു. വഅദല്ലാഹി ഹഖ്ഖാ. ഇത് പിശാച് മനുഷ്യനെ പറ്റിക്കുന്ന പോലെയല്ല, സത്യസന്ധമായ അള്ളാഹുവിൻ്റെ വാഗ്ദാനമാണ്. വമൻ അസ്ദഖു മിനല്ലാഹി ഖീലാ. പറഞ്ഞത് സത്യമായി പുലർത്തുന്നത് അല്ലാഹുവല്ലാതെ ആരാണ്? മനുഷ്യന്റെ ചിന്തകളോടാണ് ഖുർആൻ സംവദിക്കുന്നത്. ഒരു കർമ്മവും ചെയ്യാതെ ഞാനൊരു ഭക്തനാണ്, ഒരു ദൈവവിശ്വാസിയാണ് എന്ന് പറയുന്നതിലൂടെ മാത്രം സ്വർഗം ലഭിക്കുമെന്ന് വിശ്വസിക്കുന്നവരും ലോകത്തുണ്ട്. അതുകൊണ്ട് അല്ലാഹു അതുകൂടെ അങ്ങ് ചേർത്ത് പറഞ്ഞു സൂറത്തുൻ നിസായിലെ ഈ ഭാഗത്ത്, ലൈസ ബിഅമാനീകും വലാ അമാനീ അഹ്ലിൽ കിതാബ്. വെറുതെ മോഹിച്ചാൽ കിട്ടുന്നതല്ല സ്വർഗലോകം. അത് നിങ്ങളോ നിങ്ങൾക്ക് മുമ്പ് വേദം നൽകപ്പെട്ട ആളുകളോ ആഗ്രഹിച്ചതുകൊണ്ട് കൊതിച്ചതുകൊണ്ട് സ്വർഗം ലഭിക്കില്ല. പരമകാരുണ്യകന്റെ സ്വർഗലോകം ലഭിക്കണമെങ്കിൽ ആഗ്രഹം മാത്രം പോരാ. മൻ യഅമൽ സൂഅൻ യുജ്സ ബിഹി. ആരാണോ തിന്മകൾ ചെയ്യുന്നത് ആ തിന്മകൾക്ക് ശിക്ഷ ലഭിക്കുക തന്നെ ചെയ്യും. വലാ യജിദ് ലഹു മിൻ ദൂനില്ലാഹി വലിയ്യൻ വലാ നസീറാ. അവർക്ക് പിന്നെ അല്ലാഹുവിൻ്റെ ശിക്ഷ വരുമ്പോൾ അവരെ സഹായിക്കാൻ ആരുമുണ്ടാവില്ല. ഇപ്പുറത്തോ വമൻ യഅമൽ മിനസ് സ്വാലിഹാതി മിൻ ദകരിൻ ഔ ഉൻസാ. ഏതെങ്കിലും ഒരു ആണോ ഒരു പെണ്ണോ ഒരു സൽക്കർമ്മം ചെയ്യുമ്പോൾ അവർ നിസ്കരിക്കുകയോ ഖുർആൻ പാരായണം ചൊല്ലുകയോ ഓതുകയോ ദിക്ർ ചൊല്ലുകയോ സ്വലാത്ത് ചൊല്ലുകയോ ഇസ്ലാമികമായ വേഷവിധാനത്തിലും അച്ചടക്കത്തിലും ജീവിക്കുകയോ ചെയ്യുമ്പോൾ വഹുവ മുഅ്മിനുൻ, അല്ലാഹു പ്രതിഫലം നൽകുമെന്ന പ്രതീക്ഷയിൽ ഒരാൾ സച്ചരിതനായി ജീവിക്കുകയാണെങ്കിൽ ഫഉലൈക യദ്ഖുലൂനൽ ജന്ന വലാ യുദ്ലമൂന നഖീറാ. അവർക്ക് സ്വർഗം സുനിശ്ചിതമാണ്. ഇത് നൈമിഷികമായ ഒരു ലോകമാണ്. ഇവിടെ എല്ലാം വിചാരിച്ചതുപോലെ നടക്കില്ല. എപ്പോഴാണ് അവസാനിക്കുന്നത് എന്ന് പോലും അറിയാത്ത ഒരു കൊച്ചു ജീവിതം. എന്നാൽ അനശ്വരമായ ഇൻഫിനിറ്റായ അന്ത്യമില്ലാത്തൊരു ലോകത്തേക്ക് മനുഷ്യനെ കൊണ്ടുപോവുകയാണ് അല്ലാഹു. വമൻ അഹ്സനു ദീനം മിമ്മൻ അസ്ലമ വജ്ഹഹു ലില്ലാഹി വഹുവ മുഹ്സിനു വത്തബഅ മില്ലത ഇബ്രാഹീമ ഹനീഫാ വത്തഖദല്ലാഹു ഇബ്രാഹീമ ഖലീലാ. അതുകൊണ്ട് മനുഷ്യന്റെ സമർപ്പണം പടച്ചവന് വേണ്ടിയാവണം, പിശാചിനല്ല. നമ്മുടെ ശരീരങ്ങളെ സർജറി ചെയ്തുകൊണ്ട് മനുഷ്യന്റെ കോലം മാറ്റാൻ അല്ലാഹു അനുമതി നൽകിയിട്ടില്ല. അത്യാവശ്യങ്ങൾക്കല്ലാതെ മനുഷ്യന്റെ വർധനവ് ഉദ്ദേശിച്ചുകൊണ്ട് മനുഷ്യന്റെ ശരീരത്തെ അനാവശ്യമായി ചേഞ്ചുകൾ വരുത്താനുള്ള അവകാശം പോലും ശർഇന് നിയന്ത്രണമുണ്ടവിടെ. ചികിത്സയെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്, ചികിത്സയെക്കുറിച്ചല്ല. ആണ് പെണ്ണാവാനും പെണ്ണ് ആണാവാനും തുനിയുന്ന അതൊരു ട്രെൻഡായി മാറിക്കൊണ്ടിരിക്കുന്ന കാലം. പുരുഷന്മാർ കാതുകുത്തുകയും മൂക്കുകുത്തുകയും ചെയ്യുന്ന കാലം. പുരുഷന്മാർ പെണ്ണിനെ പോലെ ആഭരണമണിയുന്ന കാലം. പെണ്ണിനെ പോലെ വേഷവിധാനം. ആണ് പെണ്ണാവുകയും പെണ്ണ് ആണാവുകയും ചെയ്യുന്നത്. വലആമുറന്നഹും ഫലയുഗയ്യിറുന്ന ഖൽഖല്ലാഹ്.
മോഹന വാഗ്ദാനങ്ങൾ. എന്താ വാഗ്ദാനം എന്ന് പറഞ്ഞാൽ ലക്ഷക്കണക്കിന് ആളുകളുടെ ലൈക്കടികൾ, അവരുടെ ഫോർവേഡുകൾ, അവരുടെ സബ്സ്ക്രിപ്ഷൻ, അവരുടെയൊക്കെ അപ്രീസിയേഷൻ, ഇതിലങ്ങ് മനുഷ്യനങ്ങ് പൊങ്ങുകയാണ്. എത്രായിരം ആളുകളാണ് എനിക്ക് ലൈക്കടിക്കുന്നത് എന്ന് ചിന്തിച്ചിട്ട് ചെയ്യുന്ന തിന്മകളാണെന്ന് പോലും കാണാൻ കണ്ണു തുറക്കാൻ കഴിയാതെ അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിനെ നിങ്ങൾ മാറ്റിമറിക്കുകയാണോ? ഇത് പിശാച് നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കും. ഇപ്പം ഇതിപ്പോൾ കുറച്ച് ആളുകൾ ആ പണിയൊക്കെ തുടങ്ങി. ഇനി ട്രെൻഡ് കൂടിക്കൂടി വരും. ടാറ്റു, പച്ചകുത്തുക എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, അതിനുള്ള ക്ലിനിക്കുകളൊക്കെ നമ്മുടെ നാട്ടിൽ ഏകദേശമൊക്കെ വന്നു തുടങ്ങി. ഇനി കുറച്ച് കൂടും. ഈ ബാർബർ ഷോപ്പ് കാണുന്ന പോലെ ഈ ബ്യൂട്ടി സലൂണുകൾ നമ്മുടെ നാടുകളിൽ, നമ്മുടെ പഴഞ്ചനടക്കമുള്ള സ്ഥലങ്ങളിൽ, ഓണംകേറ മൂലകളിലും ചെറിയ ചെറിയ ഗ്രാമങ്ങളിൽ വരെ എത്തിത്തുടങ്ങും എന്ന് തന്നെ മനസ്സിലാക്കിക്കോളും. അങ്ങോട്ടെത്തും. നമ്മുടെ കുട്ടികളൊക്കെ വന്നിട്ട് പറയും, ഞാൻ ടാറ്റു അടിച്ചിട്ടുണ്ട്. അപ്പം മയ്യത്ത് കുളിപ്പിക്കുമ്പോൾ ചിലപ്പോൾ കാണുക, അതുവരെ ചിലപ്പോൾ കാണാതെ വരും, നമ്മളോട് മറച്ചു പിടിച്ചെന്ന് വരും. കുളിപ്പിക്കാൻ എടുക്കുമ്പോഴാണ് കാണുക, ഈ പരിപാടിയൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നല്ലേ എന്ന്. മനുഷ്യൻ്റെ സൃഷ്ടിപ്പിനെ, പടച്ചതമ്പുരാൻ്റെ സൃഷ്ടിപ്പ് പോരാ, ഞാൻ ഇങ്ങനെയൊന്നും ആവേണ്ട ആളല്ല, എൻ്റെ ലുക്ക് ഇങ്ങനെ ആയിരുന്നില്ല വേണ്ടിയിരുന്നത്, പടച്ചോനെന്താ മിസ്റ്റേക്ക് പറ്റിയതാണ് എന്ന് പടച്ചവനോട് നന്ദികേട് ചെയ്യുന്ന സ്വഭാവമാണിത്. ഈ നന്ദികേട് ചെയ്യിപ്പിച്ചുകൊണ്ടാണ് പിശാചിന് അവൻ്റെ ദീനിലേക്ക് ആളുകളെ കൊണ്ടുപോകാൻ കഴിയൂ എന്ന് പരിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് നമ്മുടെ ചിന്തകളെ, നമ്മുടെ ആശയങ്ങളെ നമ്മൾ വല്ലാണ്ട് ശ്രദ്ധിക്കണം. പൈശാചികമായ ചിന്തകളിലേക്ക് നമ്മൾ പോകാതെ, നമ്മുടെ മക്കൾ പോകാതെ അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. ഹബീബായ നബി തങ്ങളുടെ ഒരു കൈയിൽ സ്വർണവും മറ്റൊരു കൈയിൽ പട്ടും കൈകളിൽ കൊണ്ടുവന്നുകൊണ്ട് ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, ഇന്ന ഹാദൈനി ഹറാമുൻ അലാ ദുകൂരി ഉമ്മതി ഹില്ലുൽ ലിനാഥിഹിം. സ്വർണത്തിൻ്റെ ഒരു ആഭരണവും അതുപോലെ പട്ടിൻ്റെ ഒരു കഷ്ണവും ഹബീബിൻ്റെ കയ്യിൽ കൊണ്ടുവന്നിട്ട് നബി തങ്ങൾ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇന്ന ഹാദൈൻ, ഈ സ്വർണവും അതുപോലെ ഈ പട്ടുടയാടയും ഹറാമുൻ അലാ ദുകൂരി ഉമ്മതി, എൻ്റെ ഉമ്മത്തികളിലെ ആണുങ്ങൾക്ക് ഹറാമാണ്, ഹില്ലുൽ ഇനാഥിഹിം, എൻ്റെ ഉമ്മത്തിലെ പെണ്ണുങ്ങൾക്ക് അനുവദിക്കപ്പെട്ടതുമാണ്. ഇത് നിങ്ങൾ ചെയ്യരുതേ. കാതുകുത്തുന്നതും മൂക്കുകുത്തുന്നതും കൈകളിൽ വളകൾ അണിയുന്നതും കാലിൽ പാദസരമണിയുന്നതും ആണുങ്ങൾ ചെയ്യുന്നത് സുലഭമായി കൊണ്ടിരിക്കുന്ന കാലം. യാത്ര ചെയ്യുന്ന ആളുകൾക്ക് ധാരാളം കാണാൻ പറ്റും. നമ്മളൊരുപാട് നാഷണാലിറ്റികളെ പലയിടത്തും വെച്ച് കാണുമ്പോൾ എനിക്ക് തോന്നുന്നു, ഞാൻ എല്ലാ ആഴ്ചയും യാത്ര ചെയ്യുന്ന, എല്ലാ ആഴ്ചയും 2, 3, 4 ഫ്ലൈറ്റ് യാത്ര ചെയ്യുന്ന ആളാണ്. എയർപോർട്ടുകളിൽ നിന്ന് കാണുന്നുണ്ട് ഏതൊക്കെ രാജ്യക്കാർ, ഏതൊക്കെ പ്രദേശത്തുകാർ, ഏതൊക്കെ കൾച്ചറുള്ളവർ, അറബി സംസാരിക്കുന്നവർ അല്ലാത്തവർ, മുസ്ലിം കുടുംബത്തിൽ ജനിച്ചവർ അല്ലാത്തവർ. ഞാൻ ഈ ഉമ്മത്തിനെ കുറിച്ചാണ് എൻ്റെ ആശങ്ക. നമ്മുടെ ഹബീബി പറഞ്ഞതൊക്കെ അരുത് എന്ന് പറഞ്ഞത് എനിക്കത് തന്നെ മതി എന്ന് ശാഠ്യം പിടിക്കുന്ന പോലെ നമ്മുടെ സംസ്കാരത്തോട് നമ്മൾ അനീതി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളോട് അനീതി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. ഹറാമുൻ അലാ ദുകൂരി ഉമ്മതി ഹില്ലുൽ ലിനാഥിഹിം. പടച്ചതമ്പുരാൻ വെച്ച ഒരു നിയമ സംവിധാനമുണ്ട് ഇവിടെ. ആ നിയമ സംവിധാനം നീതിയുടേതാണ്, പരമമായ അള്ളാഹുവിൻ്റെ നീതിയുടേതാണ് നമ്മുടെ നിയമങ്ങളെല്ലാം. ഏത് രാജ്യത്തിൻ്റെയും നിയമങ്ങൾ ഉണ്ടാവട്ടെ, ഏത് സമൂഹത്തിൻ്റെയും സംസ്കാരങ്ങളും ട്രഡീഷനുകളും ഉണ്ടായിക്കോട്ടെ, ഒരു മുസ്ലിമായ മനുഷ്യന് പടച്ചതമ്പുരാനോടുള്ള വിധേയത്വം കാണിക്കാൻ ഒരു പ്രയാസവുമില്ലല്ലോ. ആർക്കും ശല്യമില്ലാതെ, ഒരാളെയും ഉപദ്രവിക്കാതെ, ഒരാളെയും വേദനിപ്പിക്കാതെ അന്തസ്സുള്ള ഒരു മുഅ്മിനായി ജീവിക്കാൻ എന്ത് തടസ്സമാണ് ഇവിടെയുള്ളത്? ഈ ദീനിൻ്റെ ശർഅ എത്രത്തോളം മനോഹരമാണ്,
അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹു ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു ഖുദ്സിയായ ഹദീസുണ്ട്. യാ ഇബാദി, എൻ്റെ അടിമകളെ എന്ന് അല്ലാഹു വിളിക്കുകയാണ്. മനുഷ്യരായ മനുഷ്യരിൽ ബുദ്ധി കൊണ്ട് അല്ലാഹു അനുഗ്രഹിച്ച മനുഷ്യരാണ് ആദം നബിയുടെ മക്കള്. ആദം നബിയുടെ മുമ്പ് ഇവിടെ മനുഷ്യരെ പോലെ തോന്നിപ്പിക്കുന്ന ആളുകൾ ജീവിച്ചിരുന്നിരിക്കാം. അതില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കണ്ടാൽ മനുഷ്യൻ നിന്ന് നിവർന്ന് മനുഷ്യർ നടക്കുന്ന പോലെ രണ്ട് കാലിൽ നടന്നിട്ടുള്ള ജീവികൾ മനുഷ്യർ തന്നെ. എന്നാൽ ബുദ്ധിയോ സവിശേഷ കഴിവുകളോ ഇല്ലാതിരുന്ന സ്പീഷീസുകൾ ആദം നബിയുടെ മുമ്പ് ഈ ഭൂമിയിൽ കഴിഞ്ഞു പോയിട്ടുണ്ടായിരിക്കാം. ചില ഫോസിലുകളൊക്കെ 2,00,000 കൊല്ലം മുമ്പ്, 68,000 വർഷങ്ങൾക്ക് മുമ്പ്, 4,00,000 കൊല്ലങ്ങൾക്ക് മുമ്പ് എന്നൊക്കെ പറയുമ്പോ ആദം നബിയുടെ മക്കളെ കുറിച്ചല്ല പറയുന്നത്. ആദം നബിയുടെ മക്കൾ ഒരു 10,000-20,000 കൊല്ലത്തിനപ്പുറത്തേക്കൊന്നും പോയിട്ടില്ല. അഖലുള്ള, തമ്മീസുള്ള, സവിശേഷ ബുദ്ധിയുള്ള മനുഷ്യനെ ഖിലാഫത്തിന്റെ പട്ടം കെട്ടി അല്ലാഹു ഭൂമിയിലേക്ക് പറഞ്ഞയച്ച ആ മനുഷ്യൻ അത് ആദം നബിയുടെ മക്കളാണ്. അവരെയാണ് അല്ലാഹു യാ ഇബാദി, എൻ്റെ അടിമകളെ എന്ന് വിളിക്കുന്നത്. എനിക്ക് വിധേയത്വം കാണിക്കാൻ സ്വയം അല്ലാഹുവിനോട് വാക്കുകൊടുത്തവരെ, യാ ഇബാദി ലൗ അന്ന അവലക്കും വആഖിറക്കും, BC 5000-ലോ 10,000-ലോ കഴിഞ്ഞുപോയ നിങ്ങളുടെ മുൻഗാമികളും, വആഖിറക്കും 21-ാം നൂറ്റാണ്ടിലോ 25-ാം നൂറ്റാണ്ടിലോ ഇനി 35-ാം നൂറ്റാണ്ടിലോ വരാൻ പോകുന്നവരും, സങ്കല്പിക്കുക. വഇൻസകും വജിന്നകും, നിങ്ങളിലെ മനുഷ്യരും നിങ്ങൾ കഴിഞ്ഞുപോയ വരാനിരിക്കുന്ന ജിന്നുകളും മനുഷ്യരും എല്ലാവരും ലോകത്തങ്ങട്ട് നന്നായി എന്നങ്ങ് വിചാരിക്കുക. കാനൂ അലാ അത്ഖാ ഖൽബി റജുലിൻ വാഹിദിൻ മിൻകും, നിങ്ങളിലെ ഏറ്റവും നല്ല മനുഷ്യന്റെ ഹൃദയം പോലെ എല്ലാ മനുഷ്യരും, എല്ലാ ജിന്നുകളും, എല്ലാ പിശാചുക്കളും അങ്ങ് നന്നായി എന്ന് വിചാരിക്കുക. മാ സാദ ദാലിക ഫീ മുൽകി ശൈആ, എൻ്റെ അധികാരത്തിൽ ഒരിഞ്ച് പോലും എൻ്റെ അധികാരത്തിന് പവർ കൂട്ടാൻ ഇതൊന്നും എന്നെ സഹായിക്കുന്നില്ല. നിങ്ങൾ നന്നായി എന്ന് വിചാരിച്ച് എൻ്റെ അധികാരത്തിന് ഒരു വമ്പ് കൂടുക, അങ്ങനൊന്നുമില്ല. നിങ്ങളെല്ലാവരും അങ്ങ് മോശമായി എന്ന് വിചാരിക്കുക. അള്ളാഹുവിൻ്റെ മലക്കൂച്ചിനും പടച്ചവന്റെ അധികാരത്തിനും അള്ളാഹുവിൻ്റെ മുൽക്കിനും മിൽക്കിനും എന്തെങ്കിലും കുറവ് വരുന്നുണ്ടോ? അതുമില്ല. പടച്ചതമ്പുരാൻ പറയാണ്, അല്ലാഹ് യാ ഇബാദി, എൻ്റെ അടിമകളെ, ലൗ അന്ന അവലക്കും വആഖിറക്കും, നിങ്ങളിൽ മുമ്പേ കഴിഞ്ഞവർ, ഇനി പിറകിൽ വരാനിരിക്കുന്നവർ, വഇൻസകും വജിന്നകും, നിങ്ങളിലെ മനുഷ്യരും നിങ്ങളിലെ ജിന്നുകളും, ഖാമൂ ഫീ സഈദിൻ വാഹിദിൻ ഫസഅലൂനി, എല്ലാവരും ഒരു മൈതാനത്ത് ഒരുമിച്ച് ചേർന്ന് എന്നോട് അവർക്ക് ആവശ്യമുള്ളത് മുഴുവൻ ചോദിച്ചു എന്നിരിക്കട്ടെ. ഫഅതൈതു കുല്ല വാഹിദിൻ മിൻഹും മസ്അലതഹു, ഓരോരുത്തർക്കും ആവശ്യമുള്ളത് എത്രയാണെന്ന് ചോദിച്ചപ്പം മുഴുവൻ ഞാനങ്ങ് നൽകി എന്നിരിക്കട്ടെ. ഓരോ പെണ്ണിനോടും ചോദിച്ചു, എനിക്ക് എത്ര ആഭരണം വേണം. അപ്പോൾ ചിലപ്പോൾ 1-2 വലിയ ജ്വല്ലറൊക്കെ ചൂണ്ടിക്കാണിച്ച് അതിൽ മുഴുവൻ കണ്ട് എടുത്തോളൂ എന്നൊക്കെ പറയാൻ ആഗ്രഹം ഉണ്ടാവും അല്ലേ? എത്രയാ സ്ഥലം വേണ്ടത്? അപ്പം കണ്ണെത്താ ദൂരത്തേക്കുള്ള ഏക്കറുകൾ തേയിലത്തോട്ടവും കാപ്പിത്തോട്ടവും ഒക്കെ ആയിക്കോട്ടെ, മനുഷ്യൻ പറയും. പൈസ എത്രയാ വേണ്ടത്? അതും പറയും. മനുഷ്യൻ അൺലിമിറ്റഡാണ്. സ്വർഗത്തിൻ്റെ ഒരു ചെറിയ മണം നമ്മുടെ വാപ്പ വല്ലിപ്പ ആദം നബി അവിടെ കയറിയിറങ്ങി പോന്നതാണ്. അതുകൊണ്ട് നമ്മുടെയൊക്കെ ചിന്തകളിൽ ചെറുതായിട്ട് അനന്തതയെ സൂചിപ്പിക്കുന്ന ചിന്തകൾ കടന്നു വരുന്നതാണ്. അത് സ്വർഗത്തിൻ്റെ ഒരു രീതിയാണ്. നമ്മൾ ഭൂമിയിലേക്ക് എത്തിയാലും ആ ഒരു ചെറിയ ചെറിയ ആ ഒരു സ്വഭാവങ്ങളൊക്കെ മനുഷ്യരിൽ കണ്ടുവരുന്നതാണ്. അപ്പം അനന്തമായ ചോദ്യം ചോദിക്കും. എല്ലാവർക്കും ഞാൻ അവർ ചോദിച്ചത് മുഴുവനും അവർ ചോദിച്ചത് മുഴുവനും ഞാൻ അവർക്ക് കൊടുത്തു എന്നിരിക്കട്ടെ. എൻ്റെ ഖസാനയിൽ, എൻ്റെ ഖജനാവിൽ ഞാൻ വെച്ചിട്ടുള്ള എൻ്റെ ഖജനാവിലെ എൻ്റെ ഖസാനയിൽ നിന്ന്
അത് എത്ര ചുരുക്കിക്കളയും നിങ്ങൾക്കറിയണോ? ഒരു വലിയ മഹാസമുദ്രത്തിൽ, ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നിങ്ങളൊരു സൂചി കൊണ്ടുപോയി മുക്കി ആ സൂചിയുടെ ദ്വാരത്തിൽ കാണാനിടയുള്ള നനവുണ്ടല്ലോ, ആ നനവോളം പോലും അതെത്തില്ല. നിങ്ങൾ ഇനി വരാനുള്ളവരും വന്ന് കഴിഞ്ഞവരും ആണും പെണ്ണും ജിന്നും ഇൻസും മുഴുവൻ അവർക്കാവശ്യമുള്ളത് മുഴുവൻ എന്നോട് ചോദിച്ചാലും എൻ്റെ ഖജനാവ് കുറയുന്നില്ലെന്ന് പറഞ്ഞവനാണ് നമ്മുടെ റബ്ബ് അല്ലാഹു ജല്ല ജലാലുഹു. ആ റബ്ബിനോട് നമ്മൾ ചോദിക്കാറില്ല എന്നതാണ് വിഷയം. പടച്ചവനോട് നമ്മൾ ദുആ ചെയ്യുന്നില്ല, അള്ളാഹുവിനോട് നമ്മൾ ചോദിക്കുന്നുണ്ടോ? അത്രമേൽ നമ്മുടെ ഒരു സമ്പത്ത് കൊണ്ടോ നമ്മുടെ ഒരു ലൈക്ക് കൊണ്ടോ നമ്മുടെ ഒരു ഫോർവേഡ് ഒന്നും അല്ലാഹുക്ക് വേണ്ട. നിങ്ങൾ നന്നാവുന്നത് നിങ്ങൾക്കാണ്, നിങ്ങൾ ചീത്തയാവുന്നത് നിങ്ങൾ നിങ്ങളോട് തന്നെ ചെയ്യുന്ന നിങ്ങളുടെ പരാക്രമമാണ്. അത് ചെയ്യരുത്. ഇത് വിളിച്ചറിയിച്ചുകൊണ്ടാണ് ഇനിയും ഒരു റമളാൻ നമ്മിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഫസ്തബിഖുൽ ഖൈറാത്ത്, അതുകൊണ്ട് നന്മകളിലേക്ക് നിങ്ങൾ മുന്നിട്ട് വന്നോളൂ. നന്മകൾ ഓരോന്നും എന്താണോ ചെറുത്, ഏതാണോ വലുത്, ഏതൊക്കെ നിങ്ങളെ കൊണ്ട് കഴിയുന്നുണ്ടോ, ഏതൊക്കെ സാധ്യമാണോ എല്ലാം ചെയ്തോളൂ. ഫസ്തബിഖുൽ ഖൈറാത്ത്, നന്മകളിലേക്ക് മത്സര ബുദ്ധിയോടുകൂടെ നിങ്ങൾ ഓടി വന്നോളൂ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് വിളിക്കുകയാണ്, ഇന്നലി റബ്ബിക്കും ഫീ അയ്യാമി ദഹരിക്കും ലനഫഹാത്തിൻ അലാ ഫതഅറദൂ ലഹാ. ഒരു മന്ദമാരുതൻ അടിച്ചു വീശുന്ന പോലെ, ഒരു സുഗന്ധത്തിന്റെ കാറ്റ് വരുന്നത് പോലെ അല്ലാഹുവിന്റെ കാരുണ്യത്തിന്റെ മന്ദമാരുതൻ നിങ്ങളുടെ ദേഹത്തുകൂടെ തഴുകി തലോടി കടന്നു പോകുമ്പോ ആ സമയങ്ങളിൽ നിങ്ങളൊന്ന് പുറത്തിറങ്ങി നിൽക്കണേ എന്ന് റസൂലുള്ളാഹി തങ്ങൾ പറയുന്നത്. റമളാൻ പോലുള്ള അവസരങ്ങൾ വരുമ്പോൾ ആ അവസരങ്ങൾക്ക് നിങ്ങൾ കാത്തിരുന്ന് വെയിറ്റ് ചെയ്ത് ആ റമളാനിന് വേണ്ടി നിങ്ങൾ ശരിക്കുമൊന്ന് ഒരുങ്ങി നിൽക്കണമേ. ഇത് കാരുണ്യത്തിന്റെ, റഹ്മത്തിന്റെ, മഗ്ഫിറത്തിന്റെ, ഇത്ഖും മിനന്നാറിന്റെ മന്ദമാരുതൻ അടിച്ചു വീശുന്ന നേരമാണ്. ആ നേരത്തെ നിങ്ങളൊന്ന് പുറത്തിറങ്ങി നിൽക്കണേ. റമളാനിനെ നിങ്ങളൊന്ന് കാത്തിരിക്കണേ. അതിനൊരു നിലയും വിലയും റമളാനിന്റെ മൂല്യവും നിങ്ങൾ അംഗീകരിച്ചു കൊടുക്കണമേ. റമളാനിന്റെ മുമ്പുള്ള സമയവും റമളാനും ഒരുപോലെയാവരുത്. റമളാൻ വന്നപ്പോഴും റമളാൻ വരാതിരുന്നപ്പോഴും ജീവിതത്തിന്റെ സ്ട്രക്ചർ ഒരുപോലെയാവരുത്. ദാനധർമ്മങ്ങൾ വർദ്ധിക്കട്ടെ. അൽ യദുൽ ഉൽയാ ഖൈറും മിനൽ യദിസ് സുഫ്ലാ. താഴെ നിൽക്കുന്ന കയ്യിനേക്കാളും മേലെ നിൽക്കുന്ന കയ്യിനാണ് പോരിശയുള്ളത്, പവിത്രതയുള്ളത്. എന്തുകൊണ്ടെന്നറിയോ? മേലെയുള്ള കയ്യ് കൊടുക്കുന്ന കയ്യാണ്, താഴെയുള്ള കയ്യ് വാങ്ങുന്ന കയ്യാണ്. കൊടുക്കുന്ന കയ്യിനാണ് മഹത്വമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പടച്ച തമ്പുരാൻ നീതിയുടെ, സുരക്ഷയുടെ, എല്ലാ മനുഷ്യർക്കും നന്മ വരണം എന്ന അള്ളാഹുവിൻ്റെ പരമമായ ഒരു മഖ്സദിലാണ്, ലക്ഷ്യത്തിലാണ് ശരീഅത്തുൽ ഇസ്ലാമിനെ സ്ഥാപിച്ചിട്ടുള്ളത്. ഇതുപോലെ ഒരു ഭരണാധികാരിയോട് ശരീഅത്തുൽ ഇസ്ലാം പറയും, ആ ഭരണത്തിന് കീഴിലുള്ള സർവ്വ മനുഷ്യർക്കും, അത് മുസ്ലിമെന്നോ മുസ്ലിമെന്നോ ഇല്ല, എല്ലാ മനുഷ്യർക്കും നീതി വേണം, എല്ലാവരെയും ഒരുപോലെ കാണണം. സർവ്വ മനുഷ്യരുടെയും മനസ്സിന് സന്തോഷം നൽകാൻ നമുക്ക് കഴിയണം. എന്തേ? അള്ളാഹുവിന്റെ മക്കളാണ് സർവ്വ മനുഷ്യരും. വഅയാലുല്ലാഹി ഖൽഖുഹു, പടച്ചവന്റെ സൃഷ്ടികളെല്ലാം അള്ളാഹുവിന്റെ ആശ്രിതരാണ്. അവന്റെ മക്കൾ എന്ന് പറയാൻ പാടില്ല, പക്ഷെ ഒരു മജാസൻ, ഒരു മെറ്റഫർ, ഒരു ആലങ്കാരിക പ്രയോഗമാണത്. അള്ളാഹിന്റെ മക്കളെ പോലെ കാണണം സർവ്വ മനുഷ്യരെയും. ഒരു മനുഷ്യരും ഒരു മനുഷ്യനെ ഉപദ്രവിക്കരുത്. ഒരാൾക്കും എന്നോട് അനീതി ചെയ്തല്ലോ എന്നൊരു ചോദ്യം ഒരാളുടെ ഭാഗത്തുനിന്നും വരരുത്. ഓരോരുത്തർക്കും അർഹമായത് ഭരണാധികാരികൾ വകവെച്ചു കൊടുക്കണം, ഉമ്മയും മക്കൾക്ക് കൊടുക്കണം. മഹല്ല് ഭരിക്കുന്നവർ ആ മഹല്ലത്തുകാരോട് അത് കാണിക്കണം. അത് സ്വന്തം സംഘടന ബന്ധുക്കളാവട്ടെ ആവാതിരിക്കട്ടെ, മുഅ്മിനീങ്ങൾക്ക് കിട്ടേണ്ട അവകാശങ്ങൾ അതവർക്ക് കിട്ടിയിരിക്കണം എന്നതുപോലെ. ഹബീബിന്റെ മുമ്പിൽ ഒരു വാപ്പ വന്നു, ബഷീർ ഇബ്നു സഅദ് റളിയല്ലാഹു അൻഹു. അല്ലാഹുവിന്റെ റസൂലിന് ഹബീബിന്റെ മുമ്പിലേക്ക് തന്റെ മകൻ നുഅ്മാൻ റളിയല്ലാഹു അൻഹുവിനെ കൊണ്ടുവന്നു.
എന്നിട്ട് ഹബീബിനോട് പറയുകയാണ്, നബിയേ, ഞാൻ അങ്ങയെ സാക്ഷി നിർത്തുന്നു, എൻ്റെ മകൻ നുഅ്മാനിന് മദീനയിലെ ആ കാണുന്ന ഈത്തപ്പനത്തോട്ടം ഞാൻ നൽകിയിരിക്കുന്നു നബിയേ. അത് എൻ്റെ മകന് ഞാൻ കൊടുത്ത ദാനമാണ്. അതിന് നബിയെ അങ്ങ് സാക്ഷി നിൽക്കണം. നുഅ്മാൻ എന്നവർക്ക് നൽകിയ ഈ തോട്ടത്തിന് നബി തങ്ങളോട് സാക്ഷി നിൽക്കാൻ പറഞ്ഞുകൊണ്ട് മഹാനായ സുഹാബി ബഷീർ ഇബ്നു സഅദ് റളിയല്ലാഹു അൻഹു ഹബീബിന്റെ മുമ്പിൽ വന്നിരിക്കുന്നു. അല്ലാഹുവിന്റെ റസൂൽ ഒരു ചോദ്യം ചോദിച്ചു. അന്നൊന്നും ഇപ്പോൾ ആധാരം മാറ്റിക്കൊടുക്കലോ രേഖ ഉണ്ടാക്കലൊന്നും ഇല്ലല്ലോ, വാക്കുകളാണ്, സാക്ഷികളെ നിർത്തിയിട്ട് പറയലാണ്. അതന്നെയാണ് അതിൻ്റെ ആധാര കൈമാറ്റം എന്ന് പറയുന്നത്. അതിന് ഹബീബിനെ സാക്ഷി നിർത്തി. എൻ്റെ മകൻ നുഅ്മാനിന് നബിയെ, വാപ്പയായ ബഷീർ ഇബ്നു സഅദ് എന്ന ഞാൻ എൻ്റെ മകൻ നുഅ്മാൻ ഇബ്നു ബഷീറിന് ഞാനിതാ എൻ്റെ തോട്ടം നൽകിയിരിക്കുന്നു റസൂലേ, അങ്ങതിന് സാക്ഷി നിൽക്കണം. നബി തങ്ങളൊരു തിരിച്ചൊരു ചോദ്യം ചോദിച്ചു. അതൊരു വല്ലാത്ത ചോദ്യമാണ്. അകുല്ല ഉൽദിക നഹൽത മിസ്ലഹാ, ബഷീറേ, നിങ്ങളുടെ മകൻ നുഅ്മാനിന് കൊടുത്ത പോലെ നിങ്ങളുടെ മറ്റു മക്കൾക്കും നിങ്ങൾ ഇതുപോലെ കൊടുത്തിട്ടുണ്ടോ? ഖാല ലാ, ഇല്ല നബിയേ, ഇല്ല. ഞാൻ നുഅ്മാനിന് മാത്രമാണ് കൊടുത്തത്. അശ്ഹദ് അലാ ഹാദാ ഗൈരി, ഈ പരിപാടിക്ക് സാക്ഷി നിൽക്കാൻ ബഷീറേ എന്നെ കിട്ടില്ല, നിങ്ങൾ വേറെ ആരെങ്കിലും കൊണ്ടുവന്നോളൂ. ഫഇന്നീ ലാ അശ്ഹദു അലാ സൂർ, അനീതി ചെയ്യുന്നതിന് സാക്ഷി നിൽക്കാൻ പ്രവാചകനായ എനിക്ക് സാധ്യമല്ല എന്ന് സ്വന്തം അനുയായിയായ ബഷീർ ഇബ്നു സഅദ് റളിയല്ലാഹു അൻഹുവിനോട് അല്ലാഹുവിന്റെ റസൂലിന്റെ പരാമർശം നിങ്ങൾ ആലോചിച്ചു നോക്കൂ. നബി തങ്ങളോട് മറ്റു മക്കൾ വന്ന് പരാതി പറഞ്ഞിട്ടല്ല ഇത്. നബിയെ, ഞങ്ങളുടെ വാപ്പ ഞങ്ങൾക്ക് തന്നില്ല എന്ന് മക്കൾ നബിയോട് വന്ന് പറഞ്ഞിട്ട് പോലുമില്ല. പക്ഷേ ഹബീബായ തങ്ങൾ വാപ്പയോട് ചോദിച്ചു, നിങ്ങൾക്ക് നുഅ്മാൻ എന്ന മകൻ മാത്രമാണോ ഉള്ളത്? അല്ല നബിയെ, എനിക്ക് വേറെ 4 മക്കൾ വേറെയുണ്ട്. എന്നാൽ നുഅ്മാനിന് നിങ്ങൾ ഇഷ്ടദാനം നൽകുമ്പോ അതിന് തത്തുല്യമായത് നിങ്ങളുടെ മറ്റു മക്കൾക്കും നിങ്ങൾ കൊടുക്കേണ്ടതുണ്ടല്ലോ. ഒരാൾക്ക് മാത്രം ഇത് കൊടുക്കുന്നത് നിങ്ങളുടെ മക്കളുടെ മനസ്സിന് വേദനയുണ്ടാക്കില്ലേ? അതുകൊണ്ട് ഈ പരിപാടിക്ക് എന്നെ സാക്ഷി നിർത്തണ്ട, ഞാനതിനെ സാക്ഷിയാവില്ല. എന്നിട്ട് പറഞ്ഞു, ഇത്തഖുല്ലാഹ്, ഉപ്പമാരെ ഉമ്മമാരെ, നിങ്ങൾ അല്ലാഹുവിനെ ഭയപ്പെടണമേ. വസാവൂ ബൈന ഔലാദിക്കും, നിങ്ങളുടെ മക്കൾക്ക് ഒരുപോലെ വീതിച്ചു കൊടുക്കണമേ. വേറെ റിവായത്തിൽ വഅദിലൂ ബൈന ഔലാദിക്കും, നിങ്ങളുടെ മക്കളോട് എല്ലാവരോടും ഒരുപോലെയായി, നിങ്ങൾ വാപ്പയാണ് ഉമ്മയാണ്, നിങ്ങൾ നീതി പാലിക്കണമേ. അനന്തര സ്വത്ത് ഒരുപോലെ വിധിച്ചു കൊടുക്കണേ എന്നല്ല ഈ പറയുന്നത്. ജീവിതകാലത്ത് നിങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ അത് നിങ്ങൾ ഈക്വലായിട്ട് കൊടുക്കണം. മരിച്ചു കഴിഞ്ഞ് നിങ്ങൾക്ക് സ്വത്തുണ്ടോ അത് നിങ്ങൾ വസിയത്ത് ചെയ്യേണ്ട, അത് നിങ്ങൾ 3-1 വസിയത്ത് ചെയ്യാം. ബാക്കി 3-2 അനന്തരാവകാശത്തിന്റെ നിയമമനുസരിച്ച് ശർഅ വിധിക്കാൻ പറയും. പക്ഷെ ജീവിച്ചിരിക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടദാനം ചെയ്യാം. മരിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ സ്വത്ത്, നിങ്ങളുടെ വസിയത്ത് 3-1 വസിയത്ത് ചെയ്യാൻ പറ്റുള്ളൂ. ബാക്കി സ്വത്ത് ശരീഅത്തിന്റെ മീറാത്തിന്റെ നിയമമനുസരിച്ച് വിധിക്കപ്പെടും. പക്ഷേ മക്കൾക്ക് നിങ്ങൾ നൽകുമ്പോൾ വഅദിലൂ ബൈന ഔലാദിക്കും, നിങ്ങളുടെ മക്കൾക്കിടയിൽ നീതി പാലിക്കണമേ. മനസ്സുകളെ നിയന്ത്രിക്കാൻ കഴിയാത്ത, മനുഷ്യന് നിയന്ത്രിക്കാൻ കഴിയാത്ത വിഷയങ്ങളിൽ മാത്രമാണ് ചെറിയൊരു ഇളവ് നൽകിയിട്ടുള്ളത്. ചില മക്കളോട് കുറച്ച് കൂടുതൽ സ്നേഹം തോന്നിയെന്ന് വരും, അത് നിയന്ത്രിക്കാൻ ചിലപ്പോൾ പറ്റിയില്ല എന്ന് വരും. യാക്കൂബ് അലൈഹിസ്സലാമിന് യൂസുഫ് നബിയോടും ബിന്യാമീൻ എന്ന മോനോടും തോന്നിയതുപോലെ കുറച്ച് കൂടുതൽ ഇഷ്ടം തോന്നിയെന്ന് വരും. അത് നിയന്ത്രിക്കാൻ പറ്റാത്തത് കൊണ്ടാണ്. അതുകൊണ്ടാണ് 1-ലേറെ ഭാര്യമാരെ വിവാഹം ചെയ്യുന്നവരോട് വിശുദ്ധ ഖുർആൻ പറയുന്നത്, വലൻ തസ്തതിഉ അൻ തഅദിലു ബൈനൻ നിസാഇ വലൗ ഹറസ്തും ഫലാ തമീലു കുല്ലൽ മൈലി ഫതദറുഹാ കൽ മുഅല്ലഖ. നിങ്ങൾക്ക് 2 ഭാര്യയുണ്ടെങ്കിൽ 2 പേരോടും മിതമായും 2 പേരോടും ഐക്യത്തോടെയുമുള്ള ഒരു സമഭാവന നിങ്ങളുടെ മനസ്സിൽ വരണം. പക്ഷേ നിങ്ങളുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ ഒരു പക്ഷേ നിങ്ങൾക്ക് സാധിക്കാതെ വരും. ഒരാളോട് കൂടുതൽ ഇഷ്ടം തോന്നും, മറ്റേയാളോട് ഓട്ടോമാറ്റിക്കലി സ്നേഹം കുറയും. അങ്ങനെ വരികയാണെങ്കിൽ നിങ്ങളുടെ ഒരു ഭാര്യയെ നിങ്ങൾ കയറില്ലാതെ കെട്ടിയിടുന്ന പോലെ
നിങ്ങൾ അവളെ ബുദ്ധിമുട്ടാക്കുന്നതല്ലയോ? അതുകൊണ്ട് ഫലാ തമീലൂ കുല്ലൽ മൈൽ, നിങ്ങളുടെ ചാഞ്ചാട്ടം, നിങ്ങളുടെ മനസ്സിൻ്റെ ഇൻക്ലിനേഷൻ മുഴുവനായിട്ടും നിങ്ങളുടെ ഒരു ഭാര്യയിലേക്കാവരുത്. രണ്ട് ഭാര്യയ്ക്കും ഒരുപോലെ മനസ്സ് കൊടുക്കാൻ നിങ്ങൾ ശ്രമിക്കണം. അത് നിങ്ങളെ കൊണ്ട് സാധിച്ചില്ലെങ്കിലും അങ്ങനെ ആവാം. ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോടും ഹഫ്സ ബീവി റളിയല്ലാഹു അൻഹയോടും കാണിച്ചിരുന്ന വളരെ വലിയ സ്നേഹപ്രകടനങ്ങൾ കാണുമ്പോൾ ഹബീബാ നബി തങ്ങൾ തന്നെ പറഞ്ഞു, എൻ്റെ മനസ്സിനെ നിയന്ത്രിക്കാൻ എനിക്ക് കഴിയുന്നില്ല. എൻ്റെ ആയിഷയോട് എനിക്ക് ഇഷ്ടമുണ്ട്, എൻ്റെ എല്ലാ ഭാര്യമാരോടും എനിക്കിഷ്ടമുണ്ട്. പക്ഷെ ആയിഷ ബീവിയോട് എനിക്ക് വല്ലാത്ത ഇഷ്ടക്കൂടുതലുണ്ട്. അതെൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ്റെ മോളാണ്. എൻ്റെ ഏറ്റവും അടുത്ത ചെറുപ്പം മുതലുള്ള എൻ്റെ ഹബീബായ അബൂബക്കറിൻ്റെ മോളാണ് റളിയല്ലാഹു അൻഹുമാ. അതുകൊണ്ട് നിങ്ങൾ എന്നെ ആക്ഷേപിക്കരുതേ, എന്നെ കുറ്റപ്പെടുത്തരുതേ, ഞാൻ ശ്രമിക്കായികയല്ല. ഹബീബാ നബി തങ്ങൾ പറയുമായിരുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ ഓരോരുത്തരോടുമുള്ള കടപ്പാടുകൾ നിർവഹിക്കുമ്പോഴാണ് ഈ മതത്തിൻ്റെ ഭംഗി നമ്മൾ കാണിച്ചു കൊടുക്കുന്നത് മറ്റുള്ളവർക്ക്. നമ്മൾ അനുഭവിക്കുന്നത് വളരെ മനോഹരമാണ്. മക്കൾക്കിടയിൽ നീതി, ഭാര്യമാർക്കിടയിൽ നീതി, അയൽവാസികൾക്കിടയിൽ നീതി, അങ്ങനെയൊക്കെ ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടാണ്. അത്ര മനോഹരമാണ് നമ്മുടെ ദീൻ. നമ്മുടെ ദീൻ എന്നത് സംസ്കാരമാണ്. നമ്മുടെ ദീൻ എന്ന് വെറും ഒരു നിസ്കാരം, നോമ്പും ഹജ്ജും ഉംറയും തീർന്നു അല്ലല്ല. നമ്മുടെ ദീൻ ഓരോ അനക്കത്തിലും മടക്കത്തിനും നിയമമുള്ളതാണ് നമ്മുടെ ദീൻ. അൽ ജാറു അഹഖു ബിസഖ്ബിഹി ജാറുദ്ദാരി അഹഖു ബിദാരിൽ ജാർ. നിങ്ങളുടെ അയൽവാസിയോട് നിങ്ങൾക്ക് കടപ്പാടുണ്ട്. നിങ്ങളുടെ ബന്ധുവിനോട് കടപ്പാടുള്ളതുപോലെ നിങ്ങളുടെ വീടിനോട് ചേർന്ന് കിടക്കുന്ന, ഏറ്റവും അരികത്ത് കിടക്കുന്ന അയൽവാസി ആരോ അവരോട് നിങ്ങൾക്ക് വല്ലാത്തൊരു കടപ്പാടുണ്ട്. രണ്ട് കടപ്പാടുണ്ട്. നിങ്ങളുടെ അയൽവാസി ഒരു ദൈവനിഷേധിയാണെങ്കിൽ ഉള്ളതുപോലെയല്ല, പടച്ചവൻ അംഗീകരിക്കുന്നൊരു മനുഷ്യനാണെങ്കിൽ അവരോട് രണ്ട് കടപ്പാടുണ്ടെന്ന് മഹാനായ റസൂലുള്ളാഹി തങ്ങൾ അൽ ജാറുൽ മുസ്ലിമു ലഹു ഹഖ്ഖാൻ. അതുകൊണ്ട് അയൽപക്കത്തോട്, കുടുംബ ബന്ധങ്ങളോട്, മക്കളോട്, ഭാര്യയോട്, മാതാപിതാക്കളോട്, എല്ലാവരോടും മക്കളോട് പറയാണ്, മാതാപിതാക്കൾ മോശക്കാരാണെങ്കിലും അല്ലെങ്കിലും മാതാപിതാക്കളാണ് എന്ന ഒരൊറ്റ കാരണത്താൽ നിങ്ങൾ അവരോട് ഏറ്റവും നല്ല സ്വഭാവത്തിൽ പെരുമാറേണ്ടവരാണ്. മന്ന ഹഖ്ഖുന്നാസി ബിഹുസ്നി സുഹാബതി യാ റസൂലല്ലാഹ്. ഹബീബായ നബിയെ, ഞാൻ ആരോടാണ് ഏറ്റവും നന്നായി പെരുമാറേണ്ടത്? നമ്മൾ റോഡിൽ നന്നായി പെരുമാറുന്നവരാണ്. നമ്മൾ സ്കൂളിൽ, നമ്മുടെ കോളേജിൽ, നമ്മുടെ ഓഫീസുകളിൽ, പോലീസ് സ്റ്റേഷനിൽ, പഞ്ചായത്തിൽ, വില്ലേജ് ഓഫീസിൽ പോയാൽ, കോർപ്പറേഷനിൽ പോയാൽ, കോർട്ടിൽ പോയാൽ ഒക്കെ വളരെ ഡീസൻ്റ് അല്ലേ നമ്മൾ? അവിടെ ഡീസൻ്റ് ആയില്ലെങ്കിൽ വിവരം അറിയും. അപ്പം നമ്മളെ തന്നെ അങ്ങ് നിയന്ത്രിക്കുകയാണ്. ആരുടെ മുമ്പിലാണ് ഏറ്റവും ഡീസൻ്റ് ആവേണ്ടതെന്ന് ഹബീബിനോട് ചോദിച്ചപ്പോൾ ഹബീബിൻ്റെ മറുപടി എന്താണെന്നറിയോ? നിന്റെ സ്വന്തം ഉമ്മയോട് ഏറ്റവും ഡീസൻ്റായി പെരുമാറേണ്ടത്. പൊന്നുമക്കളെ, വിദ്യാർത്ഥിനികളെ, നിങ്ങളുടെ ഉമ്മയോടാണ് ഏറ്റവും കൂടുതൽ ഡീസൻസി നിങ്ങൾ കീപ്പ് ചെയ്യേണ്ടത്. ഉമ്മ ഡീസൻ്റ് ആവണമെന്ന് നിർബന്ധമല്ല എന്നതാണ് അത്ഭുതം. വാപ്പ ഡീസൻ്റ് ആവണമെന്ന് നിർബന്ധമല്ല. എന്തേ? അത് വാപ്പയായാൽ മതി, ഉമ്മയായാലും മതി. അവർക്ക് അവകാശപ്പെട്ടതാണ് മക്കൾ അവരോട് നല്ല നിലയ്ക്ക് പെരുമാറുക എന്നത്. ആ അവകാശം മാതാപിതാക്കൾക്ക് വകവെച്ചു കൊടുക്കലാണ് ഈ പ്രപഞ്ചത്തിൽ പടച്ചവനോടുള്ള നമ്മുടെ കടപ്പാടുകൾ പുലർത്തിയതിന് ശേഷം രണ്ടാമത്തേത് നമ്മുടെ മാതാപിതാക്കളോടുള്ള ഈ കടപ്പാടാണ്. നമ്മൾ ശ്രദ്ധിക്കാറുണ്ടോ? മാ ബർറ മൻ അഹദ്ദ നദറതഹു ഇലാ വാലിദൈഹി. മഹാന്മാർ പറയുമായിരുന്നു, ഉമ്മയോടോ ഉപ്പയോടോ തുറിച്ചൊരു നോട്ടം നോക്കുന്ന മനുഷ്യൻ ആ ഉമ്മയോടും വാപ്പയോടും കരുണ ചെയ്തില്ല, ആ ഉമ്മയോടും വാപ്പയോടും ചെയ്യേണ്ട ബാധ്യത നിർവഹിച്ചില്ല. ആര്? തുറിച്ചൊരു നോട്ടം നോക്കി ഉമ്മയെ, മോൻ അല്ലെങ്കിൽ മോള് വാപ്പയെ നോക്കി തുറിച്ച ഒരു നോട്ടം നോക്കിയാൽ ആ വാപ്പയോടുള്ള ബാധ്യത നിങ്ങൾ നിർവഹിച്ചില്ല. ഉമ്മയെ അങ്ങനെ നോക്കിയാൽ ഉമ്മയോടുള്ള ബാധ്യത നിർവഹിച്ചിട്ടില്ല.
ഇതൊക്കെ ദീനിനെ പറയാൻ കഴിയൂ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ സയൻസിനും കെമിസ്ട്രിക്കും ബയോളജിക്കും നമ്മുടെ എക്കണോമിക്സിനും ബിസിനസ് സ്റ്റഡീസിനൊന്നും പറയാൻ കഴിയില്ല. അത് ദീനിനെ പറയാൻ കഴിയൂ. എല്ലാറ്റിലും പരമമായ നീതി, എല്ലാവരോടും പരമമായ നീതി, എല്ലാറ്റിനും സർവമതങ്ങളോടും നീതി. അങ്ങനെയാണ് അന്യമതവിശ്വാസികൾ, അവരിലുള്ള നന്മകളെ സ്വീകരിക്കാൻ നമ്മൾ കടപ്പെട്ടവരാണ്. الذين يستمعون القول فيتبعون احسنه എന്ന ആയത്തിനെ വ്യാഖ്യാനിക്കുന്നിടത്ത് ചില മുഫസ്സിരീങ്ങൾ ഒന്നുകൂടെ വിശാലതലങ്ങളിലേക്ക് പോകുന്നുണ്ട്. എല്ലാവരിലുമുള്ള നന്മയെ സ്വീകരിക്കാൻ കഴിയണമെന്ന്. ഹബീബായ നബി തങ്ങൾ സ്വഹാബികൾ മുഴുവനും വിളിച്ചിട്ട് പറഞ്ഞു, ഇരിദു അലയ്യ റുഖാകും. ജാഹിലിയ കാലത്ത് ഇസ്ലാം വരുന്നതിന് മുമ്പ് നിങ്ങൾ മന്ത്രിച്ചൂതി കൊടുത്തിരുന്നല്ലോ, റുഖിയ ചെയ്തിരുന്നല്ലോ. ആ റുഖിയകൾ നിങ്ങൾ എന്നെ ഒന്ന് കാണിക്കണേ എന്ന് പറഞ്ഞു. അപ്പോ ജാഹിലിയ കാലത്ത് രോഗശമനത്തിന് അവര് മന്ത്രിച്ചൂതുമായിരുന്നു. മന്ത്രിച്ചൂത് എന്ന് പറഞ്ഞാൽ എന്താ? മെല്ലെ ചൊല്ലിയിട്ട് ഊതുക. അതിനബി മന്ത്രം, തലയണ മന്ത്രം എന്നൊക്കെ പറഞ്ഞാൽ എന്താ? മെല്ലെ പറയാന്നല്ലേ. ഈ മന്ത്രം എന്ന് പറയുമ്പോൾ മെല്ലെ പറയാന്നതിന് അർത്ഥമുള്ളൂ. വിശുദ്ധമായ ഖുർആനിന്റെയും ഹദീസിന്റെയും നിർദ്ദേശങ്ങളിലൂടെ നല്ല നല്ല പ്രാർത്ഥനകളും ദിക്റുകളും ആയത്തു ശിഫാകളുമൊക്കെ രോഗികൾക്ക് ഓതിക്കൊടുക്കുന്നത് ശറഅ് അംഗീകരിച്ചതും പ്രോത്സാഹിപ്പിച്ചതുമാണ്. എന്നാൽ ജാഹിലിയത്തിൽ ചിലതൊക്കെ ചെയ്തിരുന്നു അവര്. പുണ്യനബി തങ്ങൾ അവരൊക്കെ വിളിച്ചു, മുസ്ലിം അല്ലാതിരുന്ന ആളുകളെയും വിളിച്ചു. നിങ്ങൾ എന്താണ് പ്രീ ഇസ്ലാമിക് ടൈമിൽ, ഇസ്ലാം വരുന്നതിൻ്റെ മുമ്പ്, അതായത് നബി തങ്ങൾ നുബുവത്തുമായി വരുന്നതിൻ്റെ മുമ്പ് എന്താണ് നിങ്ങൾ രോഗശമനത്തിന് ഇവിടെ ചൊല്ലിക്കൊടുത്തിരുന്നത് എന്ന് നബി തങ്ങൾ സ്വഹാബികളോട് ചോദിച്ചിട്ടുണ്ട്. സ്വഹാബികൾ അല്ലാത്തവരെ വിളിപ്പിച്ച് ചോദിച്ചിട്ടുണ്ട്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റുഖൽ ജാഹിലിയ്യ, അതാണ് ഇരിദു അലയ്യ റുഖാകും എന്ന് പറഞ്ഞു. എന്നിട്ട് അതിൽ ഏതൊക്കെയാണോ ശറഇനോട് യോജിച്ചു വരുന്നത് അവകളെ നബി തങ്ങൾ അംഗീകരിക്കുകയും ശറഇനോട് യോജിക്കാതെ വരുന്നവയെ നബി തങ്ങൾ തള്ളിക്കളയുകയും ചെയ്തു. തെമീമത്തുകൾ അങ്ങനെയാണ്. തെമീമത്ത് എന്ന് പറഞ്ഞ ഏലസ് എന്നാണ്. ഏലസുകൾ എല്ലാം ഷിർക്കാണ് എന്ന് ഒരു ഹദീസിനെ ശരിക്കും മനസ്സിലാക്കാതെ ചില ആൾക്കാർ പറയാറുണ്ട്. ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ നിഷിദ്ധമാക്കിയത് ജാഹിലിയത്തിന്റെ സ്വഭാവത്തിലുള്ള ഷിർക്ക് കൊണ്ടുവരുന്ന വചനങ്ങൾ ഉൾക്കൊള്ളിക്കുന്ന റുഖിയകളും ഷിർക്ക് വന്നു പോകുന്ന തെമീമത്തുകളുമാണ്. അത് ഫിഖ്ഹിന്റെ വീക്ഷണം എന്താണെന്ന്, കർമ്മശാസ്ത്ര നിയമങ്ങൾ എന്താണെന്ന് പഠിക്കാതെ ഏതെങ്കിലും കേവല ഹദീസുകളെ തർജ്ജമ ചെയ്ത് അർത്ഥം വെക്കുമ്പോൾ വരുന്നു പോയ ചില അബദ്ധങ്ങളാണ്. ശറഅ് അംഗീകരിച്ചിട്ടുള്ള ദീനിന്റെ പ്രമാണങ്ങളിൽ വന്നിട്ടുള്ള പ്രാർത്ഥനകൾ തമീമത്തുകളായി, ഏലസുകളായി ഒരു മനുഷ്യൻ ശരീരത്തിൽ സൂക്ഷിക്കുന്നത് ലാ ബഅസ ബിഹി, അതിന് യാതൊരു വിരോധവുമില്ലെന്ന് മഹാനായ ജഅഫർ സ്വാദിഖ് തങ്ങൾ അവറുകൾ മുതൽ സൈനുൽ ആബിദീൻ തങ്ങൾ മുതൽ അഹ്ലു ബൈത്തിന്റെ മഹാന്മാരായ ആലിമീങ്ങൾ ഫത്വ കൊടുത്തത് നമ്മുടെ ഫുഖഹാക്കൾ ഉദ്ധരിക്കാറുണ്ട്. പിന്നെ പറ്റൂല എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാ തമീമത്തും ഷിർക്കാണ്, കുല്ലു ബിദ്അത്തിൻ ളലാല എന്ന് പറഞ്ഞാൽ പോലും ആ സ്റ്റേറ്റ്മെന്റ് ആമുൻ മഖ്സൂസ് എന്നാണ് പറയാ. കുല്ലു എല്ലാം അർത്ഥമുണ്ട്, ശരിയാണ്. പക്ഷെ എല്ലാ ബിദ്അത്തും, എല്ലാ പുതുതായി ഉണ്ടായതും ളലാലത്താണ് എന്നതിനർത്ഥമില്ല. എന്തുകൊണ്ടർത്ഥമല്ല? ഹഖീഖത്ത് അതിനെതിരാണ് എന്നതുകൊണ്ട്. നബി തങ്ങളുടെ കാലത്തില്ലാതിരുന്നത് സ്വഹാബികളുടെ കാലത്തുണ്ടായിട്ടുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു തറാവീഹിന് 20 റക്അത്ത് തമീമുദ്ദാരിയെ കൊണ്ട് തറാവീഹ് നിസ്കരിപ്പിച്ചത് നബി തങ്ങളുടെ കാലത്തില്ലാത്ത പരിപാടി. തങ്ങൾ തറാവീഹ് ജമാഅത്തായി തങ്ങളുടെ ജീവിതകാലത്ത് തങ്ങൾ ചെയ്തിട്ടില്ല. പക്ഷെ സ്വഹാബികൾ അത് ചെയ്തു. അതും ഈ കുല്ലു ബിദ്അത്ത് എന്ന് പറഞ്ഞ കുല്ലു എല്ലാം എന്ന് പറഞ്ഞ ഇതും പെടൂലേ? അതാണോ? അല്ല. പിന്നെന്താ പെടുന്നത്, പെടാത്തത്? മാ ലൈസ മിൻഹു, ദീനിന്റെ അടിസ്ഥാന പ്രമാണങ്ങൾക്ക് എതിരായി വരുന്നതെല്ലാം തള്ളപ്പെടേണ്ടതാണ്. പ്രമാണങ്ങളോട് യോജിച്ചു വരുന്നുണ്ടോ? ഒരു കുഴപ്പമില്ല. അതുകൊണ്ടാണ് കുല്ലു തമീമത്തിൻ ഷിർക്കുൻ എന്ന് പറയരുത്. ശറഇന്റെ പ്രമാണങ്ങളോട് യോജിച്ചു വരാത്തതിനെ കുറിച്ചാണ് ആ പറഞ്ഞതെന്ന് ആ വിഷയകമായി നടന്ന ചർച്ചകളെ, മഹാന്മാരുടെ രേഖകളെ പരിശോധിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. അല്ലാണ്ടങ്ങ് വെറുതെ പറഞ്ഞിട്ട് ആളുകളങ്ങ് വല്ലാണ്ട് ബുദ്ധിമുട്ടാക്കും. നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മറ്റു മതവിശ്വാസികളുടെ ആശയങ്ങളെ, അവരുടെ വിശ്വാസങ്ങളെ നബി തങ്ങൾ കേൾക്കാൻ താല്പര്യപ്പെട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതുമായി നെഗോസിയേഷൻ നടത്തിയിട്ടുണ്ട് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ വിവരിക്കുകയാണ്.
അതിൽ നല്ലതെടുക്കാം, അല്ലാത്ത തള്ളിക്കളയാം. ശരീഅത്തിനോട് യോജിച്ചു വരുന്ന എടുക്കാം, അല്ലാത്ത ഒഴിവാക്കി കളയാം. ഉമയ്യത്ത് ബിൻ അബി സ്വൽത്ത് എന്ന് പറയുന്ന ഒരു കവി ഉണ്ടായിരുന്നു. അദ്ദേഹം രസകരമായ അദ്ദേഹം നബിയായി വരുമെന്ന് സ്വയം വിചാരിച്ചു പോയ മനുഷ്യനാണ്. അദ്ദേഹം വിചാരിച്ചു ഞാൻ നബിയായിരിക്കുമെന്ന്. ഇൻ തഗ്ഫിരില്ലാഹുമ്മ ഫഗ്ഫിർ ജമ്മാ വഅയ്യു അബ്ദിൻ ലക ലാ ആലമ്മാ. ഉമയ്യത്ത് ബിൻ അബി സ്വൽത്തിന്റെ വരികളിൽപ്പെട്ട ഒരു വരിയാണത്. ഇൻ തഗ്ഫിരില്ലാഹുമ്മ ഫഗ്ഫിർ ജമ്മാ. അയാൾ മുശ്രിക്കാണ്, അയാൾ കാഫിറാണ്. ഹബീബാ നബി തങ്ങൾ ചോദിച്ചു, ഉമയ്യത്ത് ബിൻ അബി സ്വൽത്തിന്റെ വരികൾ എന്നെ ഒന്ന് കേൾപ്പിക്കണമേ. അയാൾ കാഫിറായി മരിച്ച ആളാണ്, പക്ഷെ കവിയായിരുന്നു. പക്ഷെ നല്ല നല്ല വരികൾ പാടിയിട്ടുണ്ട്, നല്ല മനോഹരമായ വരികൾ. ഇടക്ക് ശരിയില്ലാത്തതും പാടിയിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ നല്ല വരികളൊക്കെ നബി തങ്ങൾ ചൊല്ലിക്കേട്ടു. അതിൽപ്പെട്ടതാ ഈ വരി: ഇൻ തഗ്ഫിരില്ലാഹുമ്മ ഫഗ്ഫിർ ജമ്മാ വഅയ്യു അബ്ദിൻ ലക ലാ ആലമ്മാ. നീ മാപ്പ് നൽകുന്നവനല്ലയോ റബ്ബേ, ഫഗ്ഫിർ ജമ്മാ. മുത്തുനബി തങ്ങൾ റസൂലായി വരുന്നതിൻ്റെ തൊട്ട് മുമ്പ് വരെ നബിയാണെന്ന് വിചാരിച്ചു. തങ്ങൾ നബിയായി വന്നു, പക്ഷെ അദ്ദേഹം വിശ്വസിച്ചില്ല, വിശ്വസിക്കാതെ മരിച്ചു. അയാൾ കാഫിറായി മരിച്ച ആളാണ്. തങ്ങൾ പറയുമായിരുന്നു, ആമന ശഅറുഹു വകഫറ ഖൽബുഹു. ഉമയ്യത്ത് ബിൻ അബി സ്വൽത്തിന്റെ പാട്ടുകൾക്ക് ഈമാനുണ്ട്, അയാളുടെ ഹൃദയം അവിശ്വാസത്തിലാണ്, ഹൃദയം കാഫിറാണ്, പാട്ടുകൾക്ക് ഈമാനുണ്ട് എന്ന് നബി തങ്ങൾ പറഞ്ഞ കവിയാണ് മക്കക്കാരനായിരുന്ന ഉമയ്യത്ത് ബിൻ അബി സ്വൽത്ത്. പക്ഷെ തങ്ങളുടെ പാട്ട് കേൾക്കാൻ ഇഷ്ടപ്പെട്ടു. എന്തിനറിയോ? പാട്ടുന്നത് കവിതകളാണ്. ആ കവിതകളിൽ നല്ല ആശയങ്ങളുള്ളത് നബി തങ്ങൾ സ്വീകരിച്ചു, അല്ലാത്ത തള്ളിക്കളയാൻ വേണ്ടി പറഞ്ഞു. മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അങ്ങനെ ഒരു ജാഹിലിയ്യ കാലത്തെ കവിയുടെ കവിതകൾ ഉദ്ധരിച്ചുകൊണ്ട് പറയുമായിരുന്നു. നല്ലൊരു കവിതയുണ്ട്: അലാ കുല്ലു ശൈഇൻ മാ ഖലല്ലാഹ ബാതിലു വകുല്ലു നഈമിൻ ലാ മഹാലത സായിലു. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഹബീബിന്റെ പുതിയാപ്പിള, ശുദ്ധ ഖുർആൻ സമാഹരിക്കാൻ ഏറ്റവും വലിയ ത്യാഗം ചെയ്ത ഇസ്ലാമിന്റെ മൂന്നാമത്തെ ഭരണാധികാരി. എന്താ ഈ കവി പറയുന്നത്? അലാ, അറിയണേ, കുല്ലു ശൈഇൻ മാ ഖലല്ലാഹ ബാതിലു. പടച്ചതമ്പുരാനല്ലാത്ത ലോകത്തെ മറ്റെല്ലാം അനർത്ഥങ്ങളാണ്. ഈ ലോകത്തെ ഏറ്റവും വലിയ സത്യം എന്ന് പറയുന്നത് അല്ലാഹു ജല്ല ജലാലുവാണ്. പടച്ചതമ്പുരാനല്ലാത്തത് മുഴുവനും വ്യർത്ഥമാണ്, ബാത്തിലാണ്. അടുത്ത വരി എന്താ? വകുല്ലു നഈമിൻ ലാ മഹാലത സായിലു. എല്ലാ അനുഗ്രഹങ്ങളും നീങ്ങിപ്പോകുന്നതാണ്. അപ്പോ ഉസ്മാൻ തങ്ങൾ പറഞ്ഞു, കവിതയുടെ ആദ്യ പാതി ശരിയാണ്, രണ്ടാമത്തെ പാതി തെറ്റാണ്, അത് ഞാൻ അംഗീകരിക്കൂല. ആദ്യ പാതി ശരിയാണ്. അലാ കുല്ലു ശൈഇൻ മാ ഖലല്ലാഹ ബാതിലു. ഈ പ്രപഞ്ചത്തിലെ വിഷയങ്ങളിൽ ഏറ്റവും ഘനമുള്ള വിഷയം, ഈ ലോകത്തെ ചർച്ചകളിൽ ഏറ്റവും മനോഹരമായ ചർച്ച അല്ലാഹുവിനെ കുറിച്ചുള്ള, പ്രപഞ്ചത്തിന്റെ സ്രഷ്ടാവിനെ കുറിച്ചുള്ള ചർച്ചയാണ്. ബാക്കിയൊക്കെ ബാത്തിലാണ്. പിന്നെ എല്ലാ അനുഗ്രഹങ്ങളും നീങ്ങിപ്പോകോ? ദുന്യാവത്തത് നീങ്ങും, പക്ഷെ ആഖിറമുണ്ടല്ലോ, അത് നഈമല്ലേ, സ്വർഗം, ലാ യസൂൽ, അത് നീങ്ങിപ്പോകാത്തതാണ്. അപ്പൊ എല്ലാ അനുഗ്രഹങ്ങളും നീങ്ങും എന്ന് പറഞ്ഞത് ശരിയല്ല, കാരണം സ്വർഗത്തിന്റെ അനുഗ്രഹം നീങ്ങിപ്പോകാത്തതാണ്. അപ്പൊ ആ സൈഡ് ഞാൻ അംഗീകരിക്കുന്നില്ല. പക്ഷേ ആ ജാഹിലിയ്യ കവി പറഞ്ഞ ആദ്യ പാതി ശരിയാണ്, രണ്ടാമത്തെ പാതി ശരിയല്ല. ആര് പറയുന്നു? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. ഇത് ഇസ്ലാമിൻ്റെ ഒരു വിശാലമായ കാഴ്ചപ്പാടാണ്. നമുക്കുണ്ട്, ഒരാളെ ഇഷ്ടപ്പെട്ടാൽ ആൾ ചെയ്യുന്നത് മുഴുവൻ ശരിയായിരിക്കും. ഒരാളെ ഇഷ്ടപ്പെടാതിരുന്നാലോ പിന്നെ നോക്കുന്നത് നമ്മൾ ലെൻസിലൂടെ പിന്നെ നോക്കുക. പിന്നെ ഏത് ചെറുതും ഗുരുതരമായ ഏത് ചെറിയ വാക്കും അത് ഭയങ്കര വലിയ പ്രശ്നമായിരിക്കും. അത് മനുഷ്യന്റെ വീക്ഷണത്തിന്റെ ഒരു പ്രശ്നമാണ്. നമ്മൾ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അങ്ങനെയാണ്. وعين الرضا عن كل عيب كليلة ولكن عين السخط تبدي المساوية.
മനുഷ്യന്റെ ഇഷ്ടത്തിന്റെ കണ്ണുകൾ എല്ലാ കുറവുകളും ഇല്ലായ്മകളും മായ്ച്ചു കളയും. ഇഷ്ടത്തിന്റെ കണ്ണിലൂടെ നോക്കിയാൽ ഒരു മരുമോൾ അമ്മായിമാർക്ക് ഇഷ്ടമാണെങ്കിലേ ആ മോൾക്ക് ഇല്ലാത്ത ഗുണങ്ങളില്ല. ഇഷ്ടപ്പെടാതിരുന്ന് നോക്കി ആ കുട്ടി ചെയ്യുന്നത് മുഴുവൻ പ്രശ്നമായിരിക്കും. മനുഷ്യൻ അങ്ങനെ ആവരുത് എന്നാ ഖുർആൻ പറയുന്നത്. അങ്ങനെ ആവരുത്. നന്മകൾ നന്മകളായും നല്ലത് നല്ലതായും എത്ര വലിയ ശത്രുവാണെങ്കിലും തെറ്റ് തെറ്റായിട്ടും നന്മ നന്മയായിട്ടും കാണാൻ കഴിയുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനങ്ങളുടെ ചിന്തകളെ നബി തങ്ങൾ അറിയുമായിരുന്നു. 4 മതവിശ്വാസികളെ 4 വിഭാഗം ആളുകൾ മദീനക്കെതിരെ പുണ്യ റസൂലിനെതിരെ തിരിഞ്ഞ് മദീനയെ ഒരു കൊയാലിഷൻ, എല്ലാവരും ജോയിന്റ് അറ്റാക്ക് എന്നൊക്കെ പറയില്ലേ, കുറേ ആർമി, മക്കക്കാര്, മക്കയിലെ അവിശ്വാസികളായ മുഴുവൻ ആളുകള്, ഖുറൈശികള്, നസ്വാറകള്, യഹൂദികള്, മജൂസികള്, ഇങ്ങനെ കുറെ ആളുകൾ കൂടിയിട്ട് പുണ്യനബി തങ്ങൾക്കെതിരെ മദീനയെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി വന്ന ഒരു യുദ്ധമാണ് അഹ്സാബ്. അതാണ് പിന്നെ ഖന്ദഖ് യുദ്ധമായി മാറിയത്. ദ ബാറ്റിൽ ഓഫ് കോൺഫെഡറേറ്റ്സ് എന്നാണ് ഇതിന് പറയാ. സംഘമായി വന്ന യുദ്ധം. ഹബീബായ നബി തങ്ങൾ അതിന് ഒരു മീറ്റിംഗ് വിളിച്ചു. എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? മദീനയെ എങ്ങനെ സുരക്ഷിതമാക്കണം? സ്വഹാബികളിൽ നബി തങ്ങൾ വല്ലാതെ ഗൗരവത്തോടുകൂടെ ഒരു ചർച്ച ചെയ്യുമ്പോൾ ഒരു സ്വഹാബിയെ കാണുന്നില്ല. ആ സ്വഹാബിയാണ് സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു. അപ്പോ ഉഹദിന്റെ മലയുടെ മുകളിലൂടെ മഹാൻ ഇങ്ങനെ നടന്നു പോകുന്നുണ്ടായിരുന്നു. ചിലരൊക്കെ കണ്ടു സ്വഹാബി. അവർ പറഞ്ഞു, നബിയെ, സൽമാൻ എന്നവര് ഉഹദ് മലയുടെ ഭാഗത്ത് കണ്ടിട്ടുണ്ടായിരുന്നു ഞങ്ങള്. സൽമാൻ എന്നവർ കുറച്ചു നേരം കഴിഞ്ഞ് വന്നു. സൽമാൻ അശ്ർ അലയ്യ, നമ്മൾ എന്ത് ചെയ്യും? അദ്ദേഹം എഞ്ചിനീയറാണ്. മഹാനവറുകളുടെ എഞ്ചിനീയറിംഗ് അവിടെ അതിന്റെ കഴിവ് തെളിയിച്ചു. വിധങ്ങളെ, മദീന ഞാൻ നോക്കുകയായിരുന്നു. നമുക്ക് 3 ഭാഗം മലകളാണ്. ഒരു ഭാഗമാണ് നമുക്ക് മലകളില്ലാത്തത്. ആ പ്രദേശമാണ് വൾനറബിൾ. അവിടെ നമുക്ക് യുദ്ധം സംഭവിച്ചാൽ അതിലൂടെ അറ്റാക്ക് വരും. 2 ഭാഗം ശക്തമായ മലനിരകളാണ്. പിന്നെ ഒരു ഭാഗം നമുക്ക് വീടുകളുണ്ട്, കുന്നുകളുണ്ട്. പിന്നെ ഒഴിഞ്ഞുകിടക്കുന്ന പ്രദേശമുണ്ട്. അവിടെ നമുക്കൊരു കിടങ്ങ് കുഴിക്കാം. ഇത് ഞങ്ങൾ പേർഷ്യക്കാർ ഞങ്ങളുടെ നാടുകളിൽ ചെയ്ത് കണ്ട് പരിചയമുള്ളവരാണ്. പേർഷ്യക്കാർ ചെയ്തിരുന്നൊരു പണി ഹബീബായ നബി തങ്ങൾ മദീനയിലെടുത്തു. നമുക്ക് അങ്ങനെ അതിനെ കണ്ടുകൂടെ? അങ്ങനെയാണ് ചില പണ്ഡിതന്മാർ അതിലൊരു പാഠം ഉൾക്കൊള്ളുന്നത്. അതിപ്പോ പേർഷ്യക്കാർ ചെയ്തിരുന്ന ഒരു പണിയായിരുന്നല്ലോ. ഇതൊരു വിശ്വാസവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതല്ലല്ലോ. ഇതൊരു സ്ട്രാറ്റജിയാണ്, ഇതൊരു ഐഡിയയാണ്. ആ ഐഡിയ ഹബീബായ നബി തങ്ങൾ അംഗീകരിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം. പേർഷ്യക്കാരെന്നത് മാഗിയൻസ്, അവർ തീ ആരാധിക്കുന്ന ആളുകളാണ്. അവർ ചെയ്യുന്ന നമുക്ക് ചെയ്യണ്ടല്ലോ എന്ന് പറയാമായിരുന്നു. പക്ഷേ ഇത് അവരുടെ ഒരു ആരാധനയോ മറ്റൊന്നുമല്ലല്ലോ. അവരുടെ ഏതെങ്കിലും ഒരു വിശ്വാസത്തെ സ്വീകരിക്കുകയുമല്ല. അവർ ചെയ്തു വരുന്ന ഒരു കൃത്യമായ ഒരു യുദ്ധ നടപടിയെ പുണ്യനബി തങ്ങൾ അംഗീകരിച്ചു. തങ്ങൾക്ക് ഇഷ്ടമായി എന്ന് മാത്രമല്ല, മദീനയുടെ ആ ഭാഗം കടങ്ങൊഴിക്കാൻ വേണ്ടി പറഞ്ഞില്ലേ. അങ്ങനെയാണത് ഖന്ദഖ് യുദ്ധമായി മാറിയത്. ആ കിടങ്ങ് എന്ന ആശയം പേർഷ്യക്കാരായ തീ ആരാധകർ ചെയ്തിരുന്ന പണിയായിരുന്നു. അത് പുണ്യനബി തങ്ങൾ മദീനയിൽ അത് ഇംപ്ലിമെന്റ് ചെയ്തു സല്ലല്ലാഹു അലൈഹി വസല്ലം. മുസ്ലിമിന്റെ കണ്ണ് ഒരൽപ്പം കൂടെ വിശാലമായി ചിന്തിക്കാൻ സാധിക്കണം എന്ന് പഠിപ്പിക്കുകയാണ്. മുത്തുനബി തങ്ങൾ കത്തുകൾ എഴുതുമായിരുന്നു രാജാക്കന്മാർക്ക്. സ്വഹീഹ് മുസ്ലിമിൽ ഹദീസുണ്ട്, അന്നഹു ദുകിറ ലഹു അനിൻ നസാറ ഹീന അർസല ഇലൈഹിം കിതാബൻ ഇലർ റൂം. തുർക്കിയുടെ ഭരണാധികാരി കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ അരികത്തേക്ക്, കോൺസ്റ്റാന്റിനോപ്പിളിന്റെ ഭരണാധികാരിയുടെ അരികത്തേക്ക്, കൈസറിന്റെ അരികത്തേക്ക്, സീസറിന്റെ അരികത്തേക്ക് പുണ്യനബി തങ്ങൾ ദഅവത്തിന്റെ കത്തുമായി പറഞ്ഞയച്ചപ്പോ ഹബീബായ തങ്ങളോട് പറഞ്ഞു, നബിയേ, ക്രിസ്തീയ മതവിശ്വാസികളുടെ രാജാക്കന്മാർ സീല് വെച്ച കത്തുകളല്ലാതെ അവരൊരിക്കലും വായിക്കൂല. ലെറ്റർ പേഡിലല്ലാതെ നോക്കൂല എന്നൊക്കെ പറയില്ല. അത് ഒഫീഷ്യൽ ആവില്ല എന്ന് പറയുന്ന പോലെ സ്റ്റാമ്പ് ഇല്ലെങ്കിൽ ആ കത്തുകൾ അവർ വായിക്കൂല നബിയെ. അപ്പോൾ
അറബികൾക്ക് സ്റ്റാമ്പ് ചെയ്യുന്ന പരിപാടിയില്ല. ഖാത്തം. ഹബീബാ നബി തങ്ങൾക്കൊരു മോതിരമുണ്ടായിരുന്നു. ആ മോതിരത്തിന്റെ മീതെ റസൂലുള്ളാഹി തങ്ങളുടെ മോതിരത്തിൽ മുഹമ്മദുൻ റസൂലുള്ളാഹ്, ഇത് അള്ളാഹുവിന്റെ റസൂലാണെന്ന് എഴുതി വെക്കപ്പെട്ട ഒരു രേഖ, ഒരു എഴുത്ത്, ഒരു എൻഗ്രേവിംഗ് ആ മോതിരത്തിന്റെ മുകളിൽ ഉണ്ടായിരുന്നു. ആ കല്ലുകൊണ്ട് മഷിയിൽ മുക്കിയിട്ട് നബിതങ്ങൾ ഒപ്പുവെച്ചു കൊടുത്തിട്ടുണ്ട്. അത് ചെയ്യാൻ പറഞ്ഞത് ക്രിസ്ത്യാനികൾ ആ കത്തുകൾ വായിക്കണമെങ്കിൽ തന്നെ സീല് നോക്കും അവരെ. അതുകൊണ്ട് നിങ്ങൾ സീല് വെക്കണം ഹബീബേ തങ്ങളെ എന്ന് റസൂലുള്ളാഹി തങ്ങളോട് സ്വഹാബിമാർ പറഞ്ഞപ്പോ അവർക്ക് വേണ്ടി ഹബീബാ നബി തങ്ങൾ സീലുണ്ടാക്കുകയും ആ ഖാത്തം ഹുദൈബിയ സന്ധിയിലടക്കം പുണ്യനബി തങ്ങൾ ഉപയോഗിക്കുകയും ചെയ്തിട്ടുണ്ട്. സ്വഹാബിമാര് പറയാൻ കഅന്നി അൻദുറു ഇലാ ബയാദിഹി ഫീ യദിഹി, ഹബീബാ നബി തങ്ങളുടെ കയ്യിൽ, ഹബീബിന്റെ കയ്യിൽ ആ വെളുത്ത ഖാത്തം, ആ ഒരു സീൽ ഹബീബിന്റെ കയ്യിൽ നിൽക്കുന്നത് ഞങ്ങൾ കാണുന്ന പോലെയുണ്ട് എന്ന് റസൂലുള്ളാഹി തങ്ങളോട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബിന്റെ മദീനയിലെ മിമ്പർ, പുണ്യനബി തങ്ങൾ വെള്ളിയാഴ്ച ഖുത്ബയോതുമ്പോ തങ്ങൾ നിന്നിരുന്ന അവിടെ തങ്ങൾ താഴെ നിന്നുകൊണ്ടാണ് ഹബീബായ തങ്ങള് ഖുത്ബയോതിയിരുന്നത്. തങ്ങൾ ദർസ് നടത്തുമ്പോ സ്വഹാബികളുടെ ഇടയിലൂടെ ഒരാൾ കടന്നു വന്നാൽ അയ്യുക്കും മുഹമ്മദു, ആരാണ് നിങ്ങളിൽ പ്രവാചകൻ എന്ന് ചോദിക്കുമായിരുന്നു. കാരണം ഹബീബിനെ കണ്ടാൽ അറിയില്ല, ആളുകൾക്കിടയിൽ പെട്ടെന്ന് ഒരാൾ ഐഡന്റിഫൈ ചെയ്യാൻ കഴിയില്ല. തങ്ങളുടെ മുഖം കണ്ടാൽ ആ മുഖത്തിന്റെ അതിന്റെ മുഖവും ആ ശോഭയും ആ വർണ്ണവും ആ നിറവും ആ പ്രകാശവും അത് വേറെ തന്നെയാണ്. പക്ഷെ പെട്ടെന്നൊരാൾ വരുമ്പോഴേ ഏത് സൈഡിലൂടെയും അന്ന് വഫ്ദുകൾ വരും, അന്ന് സംഘങ്ങളായ ആളുകൾ ഹബീബിനെ കാണാൻ വരും. അന്നൽ അറാബികളായ ആളുകൾ, അബൂ ഹുറൈറ തങ്ങൾ ഉദ്ധരിക്കുന്ന ഹദീസുണ്ട്, കാനൂ ഇദാ തഉൻ നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ മസ്ജിദിഹി ലം യഅരിഫൂഹു. അറാബികൾ ഹബീബിന്റെ പള്ളിയിലേക്ക് വരുമ്പോൾ റസൂലുള്ളാഹി തങ്ങളെ കണ്ടാൽ അവരറിയില്ലായിരുന്നു. കാരണം സ്വഹാബിമാർ ധരിക്കുന്ന പോലത്തെ വസ്ത്രം ഹബീബ് ധരിക്കും, സ്വഹാബിമാർ ഇരിക്കുന്ന പോലെ നബി തങ്ങളും ഇരിക്കും. സ്വഹാബിമാർക്ക് ഇടയിൽ ഒരാളായി നബി തങ്ങൾ ഇരിക്കുമ്പോൾ യാ റസൂലല്ലാഹ്, ഹബീബായ നബിയെ, സ്വഹാബിമാർ പറഞ്ഞു ലവിത്തഖദ്നാ ലക ദക്കതൻ തജ്ലിസു അലൈഹാ ഹത്താ യഅരിഫക അന്നാസ്. നബിയെ, ആളുകൾ വരുമ്പോഴേ അങ്ങയെ പെട്ടെന്ന് തിരിച്ചറിയാൻ വേണ്ടി അങ്ങേക്ക് ഇരിക്കാനുള്ള ഒരു തിണ്ണ, ഒരു കസേര, ഒരു ഇരപ്പിടം, ഒരു ഉയർന്ന സ്ഥലം ഞങ്ങൾ ഉണ്ടാക്കി തരട്ടെയോ? യജ്ലിസു അലൈഹാ മിനത്ത് തൗബ്, ഒരു കസേര പോലെ, ഒരു സീറ്റ് പോലെ ഞങ്ങളെക്കാളും ഉയർന്ന ഒരു സ്ഥലത്തങ്ങ് ഇരിക്കുമ്പോൾ ആരാണ് റസൂൽ എന്ന് ഒരു കൺഫ്യൂഷനുമില്ലാതെ അറാബികൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുമല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെയാണ് ഇരിപ്പിടം തന്നെ ഒരൽപ്പം ഉയർന്ന സ്ഥലത്തിരിക്കുന്നത്. മിമ്പർ ഉണ്ടായിരുന്നില്ല നബി തങ്ങൾക്ക്. മിമ്പർ ഉണ്ടാക്കിയത് എത്യോപ്യക്കാരുടെ ആചാരമായിരുന്നു അത്രേ. അത് എത്യോപ്യക്കാരാണ് മിമ്പറുകൾ ഉപയോഗിച്ചിരുന്നത്, മദീനക്കാർക്ക് മിമ്പറില്ലായിരുന്നു. അങ്ങനെ മദീനയിൽ ഒരു അൻസ്വാരി പെണ്ണിന്റെ മോന് എത്യോപ്യയിൽ പോയിട്ട് കാർപ്പൻട്രി പഠിച്ചു വന്നു, എങ്ങനെയാണ് മിമ്പർ ഉണ്ടാക്കേണ്ടത് എന്ന്. അങ്ങനെയാണ് ഹബീബാ നബി തങ്ങൾ ചാരി നിന്നിരുന്ന ഒരു ഈത്തപ്പനത്തടിയുടെ ചരിത്രമുണ്ടല്ലോ, ഹദീസുൽ ജിദ്അ. ഇമാം ബുഖാരി തങ്ങളടക്കം ഉദ്ധരിച്ചിട്ടുള്ള ഒരു തേങ്ങൽ സ്വഹാബിമാർ കേട്ടു എന്ന് പറഞ്ഞ ഒരു കൊച്ചു പൈതൽ കരയുന്ന പോലെ ഹബീബാ നബി തങ്ങൾ ആ ഈത്തപ്പനയുടെ തടി മദീന പള്ളിയുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് മാറ്റിവെച്ചപ്പോൾ ആ ഈത്തപ്പന കരഞ്ഞു എന്ന് പറഞ്ഞ ചരിത്രം നമ്മൾ പലവരും കേട്ടതാണത്. മുത്തുനബിയോടൊരു ഉമ്മയാണ് വന്ന് പറഞ്ഞത്, റസൂലേ, ഹബീബാ നബി തങ്ങളെ, അങ്ങയെ കാണാനും അങ്ങയെ ശരിക്കും ദൂരെയുള്ളവർക്ക് വീക്ഷിക്കാനും പറ്റുന്ന വിധം അങ്ങ് സ്റ്റെപ്പുകളുള്ള ഒരു മിമ്പറിൽ കയറി ഖുത്ബയോതുകയാണെങ്കിൽ ആളുകൾക്ക് എളുപ്പമാകുമല്ലോ. എൻ്റെ മകനാണെങ്കിലോ ഒന്നാം തരം ആശാരിയാണ്, അവൻ ആശാരിപ്പണി അറിയാം, ഞാൻ അവനെ കൊണ്ട് അങ്ങേക്ക് ഒരു മിമ്പർ ഉണ്ടാക്കി തരട്ടെയോ റസൂലേ എന്ന് ഹബീബിനോട് ചോദിച്ചിട്ടുണ്ട് ഒരു ഉമ്മ. ആ ഉമ്മയുടെ ചോദ്യത്തിന് മറുപടിയായിട്ടാണ് ഹബീബായ തങ്ങൾ അത് ചെയ്തോട്ടെ എന്ന് പറഞ്ഞതും ആ മിമ്പർ കൊണ്ടുവന്ന് സ്ഥാപിച്ചപ്പോ ഹബീബായ നബി തങ്ങൾ അവിടെ ഉണ്ടായിരുന്ന ഒരു ഈത്തപ്പന തടി ഉണ്ടായിരുന്നു, ഉണങ്ങിയത്.
നമ്മുടെ തെങ്ങിൻ്റെ ഒക്കെ ഒരു തടി പോലെ സങ്കല്പിക്കാം. അതിലേക്ക് ചാരി നിന്നുകൊണ്ടാണ് ഞങ്ങൾ അതുവരെ ഖുത്ബയോതിയിരുന്നത്. ആ ഈത്തപ്പനത്തടി പുറത്തേക്ക് മാറ്റിവെച്ചു. ഹബീബിൻ്റെ ശബ്ദവും സ്പർശവും അതിന് ലഭിക്കാതെ വന്നപ്പോൾ ആ ഈത്തപ്പനത്തടി കരയുകയും തേങ്ങലടിക്കുകയും ചെയ്തു. ഖുത്ബ കഴിയുന്നവരെ സ്വഹാബിമാർ അത് കേട്ടുവെന്നും പുറത്തേക്കിറങ്ങി പുണ്യനിബിതങ്ങൾ ഒരു കുഞ്ഞിനെ തലോടുന്ന പോലെ ആ ഈത്തപ്പനത്തടിയെ തലോടിയതിനു ശേഷം അതിനെ മറവ് ചെയ്യാൻ വേണ്ടി പറയുകയും, ഞാനത് ചെയ്തില്ലായിരുന്നുവെങ്കിൽ ആ മരത്തടി ഖിയാമത്ത് നാൾ വരെ കരയുമായിരുന്നു എന്ന് പുണ്യനിബിതങ്ങൾ പറയുകയും ചെയ്ത ചരിത്രം. ഇവിടെ മിമ്പർ ഉണ്ടാക്കിയത് ആരുടെ ഐഡിയയാണ്? അത് ഹബശക്കാരുടേതാണ്, എത്യോപ്യക്കാരുടേതാണ് ആ മിമ്പർ. മിമ്പറിനെ സംബന്ധിച്ച് നിബിതങ്ങൾ പറഞ്ഞു, വമിമ്പരി അലാ ഹൗദി മാ ബൈന ബൈതി വമിമ്പരി റൗളത്തും മിൻ റിയാദിൽ ജന്നഹ്. ഹബീബിന്റെ വാക്ക് അങ്ങനെയാണ്, മാ ബൈന ബൈതി, എൻ്റെ ആയിഷയുടെ വീട്, വമിമ്പരി, ഞാൻ ഖുത്ബയോതുന്ന എൻ്റെ മിമ്പറും ആ മിമ്പറിൻ്റെയും എൻ്റെ വീടിൻ്റെയും ഇടയിലുള്ള സ്ഥലം റൗളത്തും മിൻ റിയാദിൽ ജന്ന, സ്വർഗത്തിൻ്റെ പൂന്തോപ്പുകളിൽപ്പെട്ട പൂന്തോപ്പാണ്. വമിമ്പരി അലാ ഹൗദി, എൻ്റെ ഈ മിമ്പർ നാളെ ഖിയാമത്ത് നാളിൽ എൻ്റെ ഹൗദുൽ കൗസറിൻ്റെ അരികത്തായിരിക്കും. ഹൗദുൽ കൗസറിൻ്റെ അരികത്തായിരിക്കും എൻ്റെ മിമ്പർ. ഹൗദുൽ കൗസറിൽ വെള്ളം കുടിക്കാൻ വരുന്നവർക്ക് കാണാൻ കഴിയും എൻ്റെ മിമ്പറിൻ്റെയും വീടിൻ്റെയും ഇടയിലുള്ള സ്ഥലം. അതാണിപ്പോൾ ഹബീബാദങ്ങളുടെ ഖബറിൻ്റെയും മിമ്പറിൻ്റെയും ഇടയിലുള്ള സ്ഥലം സ്വർഗത്തിൻ്റെ പൂങ്കാവനമാണെന്ന് പറയാൻ കാരണം, അവിടെ പോയി 2 റക്അത്ത് നിസ്കരിക്കുവാൻ മുഅ്മിനീങ്ങളായ ആളുകൾ മത്സരിക്കുന്നത് കാണാൻ കഴിയും. അല്ലാഹു നമുക്കതിന് ഒരുപാട് തൗഫീഖ് നൽകട്ടെ. മാ ബൈന ബൈതി വമിമ്പരി റൗളത്തും മിൻ റിയാദിൽ ജന്ന വമിമ്പരി അലാ ഹൗദി, എൻ്റെ മിമ്പർ എൻ്റെ ഹൗദിൻ്റെ അരികിലായിരിക്കുമെന്ന് ഹബീബാ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ ആ മിമ്പർ എന്ന് പറയുന്ന ആശയം, ആ ഒരു ആശയം എത്യോപ്യക്കാരുടേതാണ്. പക്ഷേ ഹബീബായ നബി തങ്ങൾ അതിനെ സ്വീകരിച്ചു, സ്വാംശീകരിച്ചു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ തങ്ങളോട് ആക്ഷേപിക്കാൻ വേണ്ടി വരുന്ന ശത്രുക്കളോട് പോലും പുണ്യനിബിതങ്ങൾ അവരെ ശ്രദ്ധിച്ചു കേട്ടിരുന്നു എന്നത് ഹബീബിൻ്റെ ഒരു ക്വാളിറ്റിയാണ്. അത് നമ്മൾ മനസ്സിലാക്കേണ്ട സംഗതി. നമുക്ക് ആക്ഷേപങ്ങൾ വരും, സ്വാഭാവികമാണ്. വെറുതെ ആക്ഷേപിക്കുന്നവരുണ്ടാവും, കാര്യത്തിന് ആക്ഷേപിക്കുന്നവരുണ്ടാവും. 2 ആക്ഷേപമാണെങ്കിലും നമ്മൾ കേൾക്കന്നെ വേണം. അതിന് ചൂടായിട്ട് കാര്യമില്ല. മനുഷ്യന്മാർക്ക് ആക്ഷേപിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പിന്നെ അത് ഹലാലാണോ ഹറാമാണോ, ഗീബത്ത് നമീമത്ത്, അത് മസാല അറിയേണ്ടവർക്ക് മസാല പറഞ്ഞു കൊടുക്കാന്നല്ലാണ്ട് ഇത് പറഞ്ഞിട്ടൊന്നും അല്ലല്ലോ ഇപ്പോൾ യൂട്യൂബിൽ കയറി കമൻ്റ് അടിക്കണത്. അവർക്കിപ്പോൾ അവർക്ക് തോന്നിയതൊക്കെ എഴുതി വിടാൻ പറ്റും. ആരെന്ത് പറയുന്നു, അവർക്കും പടച്ചവനും തമ്മിൽ ഒരു പേടിയില്ലെങ്കിൽ എന്തും എഴുതി വിടും. അവരുടെ സ്വാതന്ത്ര്യം. ചിലരൊക്കെ കേസിന് പോവും, കേസിന് പോയില്ല എന്ന് വരും. പുണ്യനബി തങ്ങളുടെ ഒരു ക്വാളിറ്റി എന്താണെന്നറിയോ? പറയാനുള്ളത് ഹബീബ് കേൾക്കും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പുണ്യനബി തങ്ങളോടാണ് വന്ന് പറഞ്ഞത്. പുണ്യനബി തങ്ങളോട് ഒരുപാട് നെഗോസിയേഷൻ ചെയ്തു. ഒരുപാട് എന്തൊക്കെ പറഞ്ഞു എന്നറിയോ? മുഹമ്മദ് നബിയെ, മക്കക്കാരോട് ഈ ഖുർആനിന്റെ പാരായണം നിങ്ങൾക്കൊന്ന് നിർത്തിവെച്ചുകൂടെ? നബിയാണെന്ന് പറയുന്ന പരിപാടി ഒന്ന് നിർത്തിക്കൂടെ? ഈ പ്രബോധനം ഒന്ന് അവസാനിപ്പിച്ചുകൂടെ? എന്തിനാണ് പരകോടി ദൈവങ്ങളുള്ളിടത്ത് ഒരു പടച്ചവൻ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് എന്തിനാണ് ജനങ്ങളെ കൺഫ്യൂഷനാക്കുന്നത്? നിങ്ങൾക്ക് സമ്പത്ത് വേണോ? ഞങ്ങൾ തരാം. അധികാരം വേണോ? ഞങ്ങൾ തരാം. ഒരു സുന്ദരിയെ കല്യാണം കഴിച്ച് സെറ്റിലാവണോ? ഞങ്ങളതിന് ഏർപ്പാട് ചെയ്തു തരാം. ഇത്രയൊക്കെ ഓഫർ ചെയ്തു. തങ്ങളോട് പറയാം ഇതൊക്കെ. ഞങ്ങളിങ്ങനെ മിണ്ടാണ്ട് കേട്ടിട്ടോ. അഫറഗ്ത യാ അബൽ വലീദ്, ഉത്ബത്ത് ബിൻ റബീഅ, വലീദ് ബിൻ ഉത്ബയുടെ വാപ്പയാണിത്, വലീദിന്റെ ഉപ്പ. അഫറഗ്ത യാ അബാ വലീദ്, വലീദിന്റെ പിതാവേ, നിങ്ങൾക്ക് പറയാനുള്ളതൊക്കെ പറഞ്ഞു കഴിഞ്ഞുവോ? റബീഅ എന്ന് പറഞ്ഞ മനുഷ്യനെ അബാ വലീദ്, അബൂ വലീദ്, വലീദിന്റെ ഉപ്പ. റബീഅ എന്ന പേര് പച്ചയിൽ വിളിക്കാതെ അവരുടെ മോന്റെ മുതിർന്ന മകന്റെ പേര് പറഞ്ഞ് ആ മകന്റെ ഉപ്പ, ആ പ്രയോഗത്തിനാണ് അറബിയിൽ കുഞ്ഞത്ത് എന്ന് പറയാം. അങ്ങനെ പറയുന്നത് അറബികൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പൊ മുഹമ്മദ് എന്ന് പറഞ്ഞ ആൾക്ക് ഹസൻ എന്ന് പറഞ്ഞൊരു മോനുണ്ടെങ്കിൽ അയാൾ മുഹമ്മദേ എന്ന് വിളിക്കാണ്ട് എന്ത് പറയും?
അബുൽ ഹസൻ, ഹസന്റെ വാപ്പ. അത് അറബികൾക്ക് ഭയങ്കര, അത് ബഹുമാനിച്ചുകൊണ്ടും സ്നേഹം കൊണ്ടും മാത്രം പറയുന്ന വാക്കാണ്. പുണ്യ നിബിതങ്ങൾക്ക് ഭ്രാന്തുണ്ട് എന്ന് വന്ന് പറഞ്ഞ ആളോട് ഹബീബായ നിബിതങ്ങൾ എന്ന് പറഞ്ഞാൽ മതി. ഉത്ബ, നിനക്ക് പറയാനുള്ളതൊക്കെ പറഞ്ഞു കഴിഞ്ഞോ, ഇനി ഞാനൊന്ന് പറഞ്ഞോട്ടെ എന്ന് പറയേണ്ടിടത്ത് നിബിതങ്ങളുടെ ചോദ്യം എങ്ങനെയെന്നറിയോ? വലീദിന്റെ ഉപ്പ, നിങ്ങൾക്ക് പറയാനുള്ളതൊക്കെ പറഞ്ഞു കഴിഞ്ഞോ? കഴിഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഹബീബായ നിബിതങ്ങൾ വിശുദ്ധ ഖുർആൻ അങ്ങോട്ട് ഓതിക്കൊടുത്തത്. എന്താണ് ഖുർആൻ? ആരാണ് അല്ലാഹു? എന്താണ് ഞാൻ ഈ പറയുന്ന ആശയം? പ്രവാചകത്വം എന്ന അല്ലാഹു എന്നിൽ ഏൽപ്പിച്ച ഈ ദൗത്യം, അതിന്റെ ഗാംഭീര്യം ബോധ്യപ്പെട്ടപ്പോൾ ചെവി പിടിച്ചുകൊണ്ട് അദ്ദേഹം വലീദ് ഇബ്നു മുഗീറ പറഞ്ഞ പോലെ ഇതെനിക്ക് താങ്ങാൻ കഴിയില്ലെന്ന് പറഞ്ഞ് ഇവിടെ നിന്ന് പോവുകയുണ്ടായത്. ഇത് ഭയങ്കരമാണ്, ഇത് മനുഷ്യന്റെ വാക്കുകളല്ല, ഇത് മനുഷ്യനുണ്ടാക്കി പറയാൻ കഴിയില്ല, ഇത് ദിവ്യമാണ്, ഇത് അഭൗമമാണ്, ഇത് ഡിവൈനാണ്. ഇത് പറഞ്ഞുകൊണ്ട് അവർ ഓടുകയാണ് ഹബീബിന്റെ മുമ്പിൽ നിന്ന്. പക്ഷേ അവർക്ക് പറയാനുള്ള എല്ലാ തെറിവിളികളും പുണ്യനിബിതങ്ങൾ ക്ഷമയോടുകൂടെ കേട്ടിട്ടുണ്ട് എന്നത് ഹബീബിന്റെ ഒരു പേഴ്സണാലിറ്റിയാണ്. ക്ഷമ കേൾക്കാൻ നിൽക്കൂല, അപ്പോഴേക്കും അടി തുടങ്ങൂലേ, അപ്പോഴേക്കും ഉന്തും തള്ളും തുടങ്ങൂലേ. ഒരു മനുഷ്യനെ അപമാനിച്ചുകൊണ്ട് പറയുന്ന വാക്കുകളെ ക്ഷമയോടുകൂടെ കേൾക്കാൻ കഴിയാന്ന് പറഞ്ഞാൽ, അതുകൊണ്ട് ഹബീബിനെ കുറിച്ച് ഖുർആൻ പറഞ്ഞത് وَإِنَّكَ لَعَلَى خُلُقٍ عَظِيمٍ. നബിയേ, അങ്ങ് ഏറ്റവും മനോഹരമായ സ്വഭാവത്തിന്റെ ഉടമയാണ്. അങ്ങയെപ്പോലെ നല്ലൊരു സ്വഭാവം ഒരു മനുഷ്യർക്കും ഇല്ല നബിയേ. എന്താണ് ഹബീബിന്റെ സ്വഭാവം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം? പുണ്യ നിബിതങ്ങൾ ഉമ്മു സലമ ബീവി റളിയല്ലാഹു അൻഹയുടെ അഭിപ്രായം സ്വീകരിച്ചിട്ടുണ്ട്. ഉമ്മു സലമ ബീവി ഹബീബിന്റെ ഭാര്യയാണ്. ഹുദൈബിയ സന്ധി നടക്കുമ്പോഴേ ഉംറക്ക് പോയ നബിതങ്ങൾക്ക് മദീനയിലേക്ക് ഉംറ ചെയ്യാതെ ഹുദൈബിയ വരെ എത്തിയിട്ട് ഹുദൈബിയ എന്ന സ്ഥലത്ത് നിന്ന് തിരിച്ചു പോരേണ്ടി വരുമ്പോ സ്വഹാബിമാരാരും തിരിച്ചു പോരാൻ കൂട്ടാക്കാതിരുന്നപ്പോ ഉമ്മു സലമ റളിയല്ലാഹു അൻഹയുടെ ടെന്റിലേക്ക് കയറി ചെന്നുകൊണ്ട് നബിതങ്ങൾ പറഞ്ഞു, യാ ഉമ്മ സലമ ഹലക്കന്നാസ്. ഉമ്മു സലമ, എൻ്റെ ജനങ്ങൾ നശിച്ചു പോയോ? അവർക്ക് പരാജയം സംഭവിച്ചുവോ? എന്തേ നബിയേ? ഉമ്മു സലമ, ഞാൻ പറഞ്ഞു നമ്മൾ മദീനയിലേക്ക് തിരിച്ചു പോവുകയാണ്. എൻ്റെ അനുയായികൾ പറയുന്നു ഞങ്ങൾ പോകാൻ റെഡിയല്ല നബിയേ, മക്ക വളരെ അടുത്തല്ലയോ, നമുക്ക് ഉംറ ചെയ്തിട്ട് തന്നെ തിരിച്ചു പോകാം. ഞാൻ പറഞ്ഞു, അസ്ഹാബുകളെ, ഒരു യുദ്ധമുണ്ടാകും, ഇവിടെ ചോര ചിന്തേണ്ട അവസ്ഥ വരും, യുദ്ധമുണ്ടാകും, രക്തക്കളം ഇവിടെ ഒഴുകും. അവര് പറഞ്ഞു, നബിയേ, ഞങ്ങൾ ജീവൻ കൊടുക്കാൻ തയ്യാറാണ് റസൂലെ. 2000-ഓളം വരുന്ന അങ്ങയുടെ സ്വഹാബിമാർ ഞങ്ങൾ സ്വന്തം നാട്ടിലേക്കാണ് ഈ പോകാൻ ചോദിക്കുന്നത്. സ്വന്തം ജനിച്ചു വളർന്ന നാട്ടിലേക്ക് ഞങ്ങൾക്ക് പ്രവേശനാനുമതി നിഷേധിക്കുന്ന ആളുകളോട് ജീവൻ മരണ പോരാട്ടം ചെയ്യാൻ ഞങ്ങൾ റെഡിയാണ് എന്ന് ഉമ്മു സലമ എൻ്റെ അനുയായികൾ പറയുമ്പോഴും യുദ്ധം വേണ്ട എന്നാണ് എൻ്റെ തീരുമാനം, മദീനയിലേക്ക് തിരിച്ചു പോകണം, അടുത്ത വർഷം വന്ന് ഉംറ ചെയ്യാമെന്നവർ പറയുന്നുണ്ടല്ലോ, ഞാനതിന് ഒരുക്കമാണ്. പക്ഷേ എൻ്റെ സ്വഹാബിമാർ അതിന് സമ്മതിക്കുന്നില്ല. ഉമ്മു സലമ ബീവിയുടെ അഭിപ്രായം പറഞ്ഞു, നബിയേ, ഇഹ്റാം ചെയ്ത് വന്നതല്ലേ, നമ്മളെ ഇഹ്റാം ചെയ്ത് വന്നതാ ദുൽഹുലൈഫയിൽ നിന്ന്, തഹല്ലുലാകണം, ബലിമൃഗത്തെ കൊടുക്കണം. അതുകൊണ്ട് അങ്ങ് തഹല്ലുലായി അങ്ങയുടെ മൃഗത്തെ അറവ് ചെയ്ത് നബിയെ അങ്ങ് മുടി അങ്ങ് മുണ്ഡനം ചെയ്ത് തുടങ്ങുക. അങ്ങ് ചെയ്താൽ പിന്നെ അങ്ങ് മക്കയിലേക്ക് പോകുന്നില്ലെന്നും ഇവിടെ നിന്ന് മദീനയിലേക്ക് തിരിച്ചു പോവുകയാണെന്നും സ്വഹാബികൾക്ക് ഉറപ്പാകും. അപ്പൊ അവരങ്ങയെ അംഗീകരിക്കും, സ്വഹാബികളും അത് ചെയ്യും. നബിയെ, അങ്ങ് വിഷമിക്കണ്ട, അങ്ങ് പോയി തലമുണ്ഡനം ചെയ്തോളൂ എന്ന് പറഞ്ഞു ഉമ്മു സലമ ബീവി റളിയല്ലാഹു അൻഹ. പുണ്യനിബിതങ്ങൾ ആ ഉപദേശമനുസരിച്ചാണ്, ഭാര്യയുടെ ആ അഭിപ്രായം സ്വീകരിച്ചുകൊണ്ടാണ് ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പറഞ്ഞതുപോലെ പുണ്യനിബിതങ്ങൾ ഹലഖ ചെയ്തു, തലമുണ്ഡനം ചെയ്തു. അങ്ങനെ സ്വഹാബിമാർ മുഴുവനും ശാന്തരായി അവിടെ ഹുദൈബിയ സന്ധി ഒപ്പുവെച്ചു. അവർ മദീനയിലേക്ക് തന്നെ തിരിച്ചു വന്നു. സുബ്ഹാനല്ലാഹ്. ഇതാണ് ഹബീബിന്റെ ജീവിതം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സുഹൈൽ ഇബ്നു അംർ എന്ന് പറയുന്ന മക്കക്കാരുടെ എമിസറി, അവരുടെ അംബാസഡർ, ഹുദൈബിയ സന്ധിയിൽ ഒപ്പുവെക്കാൻ വരുമ്പോൾ പുണ്യനബി ഞങ്ങളോട് വളരെ ഡിസ്റെസ്പെക്ട്ഫുള്ളി ബിഹേവ് ചെയ്ത ആളാണ്.
അന്നിട്ട് പിന്നെ മുസ്ലിമായി, സ്വഹാബിയായി, അല്ലാഹു പുറത്തു കൊടുത്തു. പക്ഷെ അന്ന് സുഹൈൽ ഇബ്നു അംർ റളിയല്ലാഹു തആല അൻഹു നബി തങ്ങളുടെ ശത്രുവാണ്. തങ്ങളോട് വളരെ ഇൻസൾട്ട് ചെയ്തിട്ടാണ് പറഞ്ഞത്, ഇത് വെട്ടണം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, സ്ട്രൈക്ക് ഇറ്റ് ഓഫ്, വെട്ടിക്കളയണം. തങ്ങളത് ഒഴിവാക്കാൻ വേണ്ടി പറയുന്നു. മുഹമ്മദുൻ റസൂലുള്ളാഹ്, വെട്ടിക്കളയണം. മുഹമ്മദ് ഇബ്നു അബ്ദുല്ലാഹ്, അബ്ദുള്ളയുടെ മകൻ മുഹമ്മദ്, ലെറ്റ്സ് ബി ഫാക്ച്വൽ, അത് മതി, റസൂലുള്ളാഹ് കടവേട്ട. ഇതൊക്കെ പറയുമ്പോഴും ശാന്തരായി ഹബീബായ നബി തങ്ങളെ കേട്ടവരാണ് റസൂൽ. ഹബീബായ നബി തങ്ങൾ അദ്ദേഹത്തെ കേൾക്കുകയായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹി തങ്ങളുടെ മുമ്പിൽ ആമിർ ഇബ്നു തുഫൈലും അർബദും വന്നു ഹബീബിന്റെ മുമ്പിലേക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം. പുണ്യനബി തങ്ങളെ ഭീഷണിപ്പെടുത്താൻ വന്നതായിരുന്നു, ഹബീബിനെ പേടിപ്പിക്കാൻ വന്നതായിരുന്നു. ആമിർ ഇബ്നു തുഫൈലും അർബദും ഹബീബായ നബി തങ്ങളോട് വളരെ ബഹുമാനമില്ലാത്ത വാക്കുകളിലൂടെ പുണ്യനബി തങ്ങളുടെ പേഴ്സണാലിറ്റിയെ, അവിടുത്തെ വ്യക്തിത്വത്തെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, ഹബീബിന്റെ ഡിഗ്നിറ്റിക്ക് ഡാമേജ് വരുത്തിക്കൊണ്ടിരിക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആമിർ ഇബ്നു തുഫൈൽ ഒരു വാക്കുകൂടെ പറഞ്ഞു, ലഅംലഅന്നഹാ അലൈക ഖൈലൻ ജുർദൻ വരിജാലൻ മുർദാ. ഞങ്ങളീ പറയുന്ന പോലെ മുഹമ്മദ് നബിയെ നിങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ മദീന നഗരം നിറയെ കുതിരപ്പട്ടാളങ്ങളുമായി വന്നിട്ട്, യുവാക്കളായ യോദ്ധാക്കളെയും കൊണ്ടുവന്നിട്ട് മദീന നിറയെ ഞങ്ങളുടെ യുദ്ധപ്പടങ്ങൾ കൊണ്ടുവരും, മദീനയെ ഞങ്ങൾ ചുട്ടു ചാമ്പലാക്കും എന്നൊക്കെയുള്ള ഭീഷണികൾ. അങ്ങനെയാണല്ലോ, സ്വന്തം രാജ്യത്ത് നടക്കുന്ന അനീതിയോടോ അതിക്രമങ്ങളോടോ ഒന്നും പ്രതികരിക്കാൻ സമയമല്ല. അവിടെ വല്ലതും നടക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾ പോയി ഇടപെടാം. യുദ്ധങ്ങളുമായി വരിക, യുദ്ധക്കപ്പലുകളുമായി വരിക, അങ്ങോട്ട് യുദ്ധം തുടങ്ങാം. ബുദ്ധിയില്ലാത്ത പരിപാടികൾ. മനുഷ്യന് ഏറ്റവും വലിയ സംസ്കാരവും വിദ്യാഭ്യാസവും ടെക്നോളജിയൊക്കെ ഉണ്ടായി എന്ന് പറയുമ്പോഴും അത്യാർത്തി പൂണ്ട് സ്വസ്ഥമായി ജീവിക്കുന്ന രാജ്യങ്ങളിലൊക്കെ പോയി പ്രശ്നം ഉണ്ടാക്കുക, എന്നിട്ട് ലോകത്തിൻ്റെ നെറുകയിൽ ഞങ്ങളാണ് എന്ന് വരുത്തി തീർക്കുക. ഇത്തരത്തിലുള്ള അബദ്ധങ്ങളും തോന്നിവാസങ്ങളും ലോകത്ത് സംസ്കാരത്തിൻ്റെ മാതൃകയാകേണ്ടവർ ചെയ്തുകൊണ്ടിരിക്കുന്ന കാലത്താണ് പുണ്യനബി തങ്ങളുടെ ഈ അനുഭവം നമ്മൾ പറയുന്നത്. ലഅംലഅന്നഹാ അലൈക ഖൈലൻ ജുർദൻ വരിജാലൻ മുർദാ. മദീനയെ ഞങ്ങളുടെ യുദ്ധസാമഗ്രികൾ മാത്രമല്ല, കുതിരപ്പടയാളികളെ കൊണ്ടുവന്ന്, യുവാക്കളായ മീശ മുളക്കാത്ത യുവാക്കൾക്കാണ് മുർദ് എന്ന് പറയാ, അങ്ങനത്തെ മുർദുകളായ യുദ്ധകാലാൾ പടകളെ കൊണ്ടുവന്ന് മദീന ഞങ്ങൾ കീഴടക്കും, മദീനയെ ഞങ്ങൾ വരിഞ്ഞു മുറുക്കും എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, യഅബല്ലാഹു ദാലിക വബിനാ ഖൈല. ഹബീബിനെ ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ തങ്ങളൊന്നും മറുപടി പറയില്ല. മദീനയിൽ മക്കളുണ്ട്, മദീനയിൽ പെണ്ണുങ്ങളുണ്ട്, മദീനയിൽ ഉമ്മമാരുണ്ട്, മദീനയിൽ നടക്കാൻ കഴിയാത്ത വൃദ്ധന്മാരുണ്ട്. ആ മദീനയായത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹിയുടെ വെളിച്ചത്തിലൂടെയാണ്. ആ വെളിച്ചം ഊതിക്കെടുത്താൻ വേണ്ടി നിരപരാധികളായ മനുഷ്യന്മാരുടെ ജീവൻ എടുക്കും എന്ന ഒരു താക്കീതിൻ്റെ സ്വരം ആമിർ ഇബ്നു തുഫൈലിന്റെ നാവിൽ നിന്ന് വന്നപ്പോ, അർബദിന്റെ നാവിലൂടെ കേട്ടപ്പോ ഹബീബായ നബി തങ്ങൾക്ക് പറയേണ്ടി വന്നു, യഅബല്ലാഹു ദാലിക വബിനാ ഖൈല. ഖൈലയുടെ രണ്ട് മക്കളെ, ആമിർ ഇബ്നു തുഫൈലെ, അർബദെ, യഅബല്ലാഹു ദാലിക, അങ്ങനെ എൻ്റെ മദീനയെ നശിപ്പിക്കാൻ അല്ലാഹു സമ്മതിക്കില്ല. ഹബീബിന്റെ വാക്ക് വെക്കണം. ഞാൻ അങ്ങോട്ടും അതുപോലെ, അതൊന്നും അല്ല തങ്ങളുടെ മറുപടി. എൻ്റെ മദീന അങ്ങനെ തകരുകയില്ല, യഅബല്ലാഹു ദാലിക്, അല്ലാഹു അതിനെ സമ്മതിക്കില്ല എന്ന്, മദീനയെ സംരക്ഷിക്കും അല്ലാഹു എന്ന ശുഭാപ്തി വിശ്വാസത്തോടെ തങ്ങൾ പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ലഅംലഅന്നഹാ അലൈക ഖൈലൻ ജുർദൻ വരിജാലൻ മുർദൻ. മദീനയെ ഞങ്ങൾ യുദ്ധപ്പട കൊണ്ടുവന്ന് മദീനയെ കീഴടക്കുമെന്ന് പറഞ്ഞ ഈ രണ്ട് വില്ലാളി വീരന്മാർ ഹബീബിന്റെ മുമ്പിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ അള്ളാഹുവിൻ്റെ മുമ്പിലേക്ക് കൈയുയർത്തിയിട്ട് പുണ്യനബി തങ്ങൾ പറഞ്ഞു,
അല്ലാഹുമ്മ ക്ഫി ആമിറൻ വഅർബദൻ ബിമാ ശിഅത. പടച്ചവനെ, അർബദിനെയും ആമിറിനെയും അവരുടെ ആ ചതികൾ എൻ്റെ മദീനയിൽ നടക്കാതെ നീ കാത്തുകൊള്ളേണമേ. അവർ രണ്ടുപേർക്കും കൊടുക്കേണ്ടത് നീ കൊടുക്കേണമേ. ഹബീബിൻ്റെ നിഷ്കളങ്കമായ ആ ഒരു മനസ്സിൽ നിന്നുയർന്നു വന്ന പ്രാർത്ഥന. തൻ്റെ രാജ്യത്തെ, തൻ്റെ മദീനയെ, ഏതൊരു നഗരത്തെയാണോ അല്ലാഹുവേ എനിക്കിഷ്ടപ്പെട്ട നാടായ മക്കയിൽ നിന്നാണ് പോരുന്നത്, അല്ലാഹുവേ ഇനി നിനക്കേറ്റവും ഇഷ്ടപ്പെട്ടൊരു നാട്ടിലേക്ക് എന്നെ ആക്കി തരയണമേ. റബ്ബി അദ്ഖിൽനി മുദ്ഖല സുദ്ഖിൻ വഅഖ്രിജ്നി മുഖ്റജ സുദ്ഖിൻ വജ്അൽ ലീ മിൻ ലദുൻക സുൽത്താനൻ നസീറാ. ഏതൊരു നാടാണോ പടച്ചവനെ നിനക്കിഷ്ടപ്പെട്ടത് ആ നാട്ടിലേക്ക് എന്നെ ആക്കി തരയണമേ എന്ന് റബ്ബിനോട് ചോദിച്ചു വാങ്ങിയതാണ് മദീന. അള്ളാഹു ആ നാട്ടിലേക്ക്, മക്കയിലേക്ക്, ഇരു ഹറമുകളിലേക്കും ഒരുപാട് തവണ ചെന്നെത്താൻ കാരുണ്യവാനായ റബ്ബ് നമുക്ക് തൗഫീഖ് തരട്ടെ. ഹജ്ജിനും ഉംറക്കും സിയാറത്തിനും അള്ളാഹു തൗഫീഖ് തരട്ടെ. ആ മദീനയെ ചുട്ടരിക്കുമെന്ന് പറഞ്ഞ രണ്ട് മനുഷ്യർക്ക് വേണ്ടി പുണ്യനബി രണ്ട് കൈകൾ ഉയർത്തിയിട്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്. അല്ലാഹുമ്മ ക്ഫി ആമിറൻ വഅർബദൻ ബിമാ ശിഅത. നീ ഉദ്ദേശിച്ച പോലെ ആമിറിനെയും അർബദിനെയും പടച്ചവനെ നീ കൈകാര്യം ചെയ്യണമേ. ഒട്ടകത്തിൻ്റെ വയറ് വീർത്ത് ചത്തുപോകുന്ന ഒട്ടകങ്ങൾക്ക് വരുന്നൊരു രോഗമുണ്ട്. ഗുദ്ദത്തുൻ കഗുദ്ദത്തിൽ ബഈർ. ഒട്ടകങ്ങളുടെ വയറ് വീർത്ത് ഒട്ടകങ്ങൾക്ക് അസുഖം വന്ന് മരിക്കുന്ന അസുഖമുണ്ട്. അതുപോലൊരു അസുഖം വന്ന് സ്വന്തം നാട്ടിലേക്ക് എത്തുന്നതിന് മുമ്പ് ആമിർ മരിച്ചു വീണു തൻ്റെ യാത്രക്കിടയിൽ. ഇബ്നു സലൂലിൻ്റെ ഭാര്യയുടെ വീട്ടിലാണ് അന്ന് ആമിർ ഇബ്നു തുഫൈൽ അഭയം തേടിയത്. അവിടെ വെച്ച് വയറ് വീർത്തുകൊണ്ട് അയാൾ മരിച്ചു. എന്താണ് ഈ സംഭവിക്കുന്നതെന്നറിയുമോ? മദീനയെ പട്ടാളം കൊണ്ട് നിറച്ചു കൊണ്ടുവന്നിട്ട് മദീനയെ ഞങ്ങൾ കുട്ടിച്ചോറാക്കി കളയുമെന്ന് പറഞ്ഞപ്പോൾ പടച്ചവനെ, എൻ്റെ മദീനയെ നീ അത് ചെയ്യില്ലല്ലോ. യഅ്ബല്ലാഹു ദാലിക്. എൻ്റെ റബ്ബത് സമ്മതിക്കില്ല എന്ന് പറഞ്ഞ അതേ നാവുകൊണ്ട് ഈ വീമ്പിളക്കിപ്പോയ ആമിർ ഇബ്നു തുഫൈലിനെയും അർബദിനെയും റബ്ബേ നീ കൈകാര്യം ചെയ്യണേ എന്ന് പറഞ്ഞ പ്രാർത്ഥനയിൽ ആദ്യത്തെ പ്രാർത്ഥന ഫലിച്ചു. ആമിർ വഴിയിൽ വെച്ച് മരിക്കുകയാണ്. അർബദാണെങ്കിലോ തൻ്റെ ഒട്ടകപ്പുറത്ത് യാത്ര ചെയ്യുമ്പോഴാണ് ഒരു ഇടുത്തീ വന്ന്, അതായത് മിന്നൽ പിണറുകൊണ്ട് കത്തിക്കരിഞ്ഞതാണ് അർബദ് എന്ന മനുഷ്യൻ. അയാളും അയാളുടെ ഒട്ടകവും, അർബദും അർബദിൻ്റെ ഒട്ടകവും ഒരുമിച്ച് മരുഭൂമിയിൽ കത്തിക്കരിഞ്ഞുകൊണ്ടാണ് ജനങ്ങൾ കണ്ടത്. സ്വാഇഖത്തുൻ ഫഅഹറഖതുഹു. അള്ളാഹു ചാര ഇടുത്തി ഇറക്കുകയായിരുന്നു അർബദിനെതിരെ. നോക്കണം, അള്ളാഹുവിൻ്റെ റസൂലിനോട് വീമ്പിളക്കിപ്പോയ രണ്ടുപേരും സ്വന്തം ഗ്രാമത്തിലേക്ക് എത്തുന്നതിൻ്റെ മുമ്പ് അള്ളാഹു അവരെ കൈകാര്യം ചെയ്തു. അത് ഹബീബിൻ്റെ പ്രാർത്ഥനയാണ്. അല്ലാഹുമ്മ ക്ഫി ആമിറൻ വഅർബദൻ ബിമാ ശിഅത. നീ ഉദ്ദേശിച്ച പോലെ ആമിറിനെയും അർബദിനെയും നീ കൈകാര്യം ചെയ്യണമേ. അത് റബ്ബിൻ്റെ പ്രാർത്ഥനയാണ്. മുഅ്മിനീങ്ങൾ അങ്ങനെ ചെയ്യാം. അതുകൊണ്ട് മുഅ്മിനീങ്ങളുടെ പ്രാർത്ഥനകളെ പേടിക്കണം. അവരൊരു പക്ഷേ തിരിച്ചൊന്നും ചെയ്തില്ല എന്ന് വരും. പടച്ചോനെ, നീ അവരെ കൈകാര്യം ചെയ്യണമേ. ഈ ഒരൊറ്റ പ്രാർത്ഥന മതിയാകും ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ തകർച്ച വരാൻ. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ജാഹിലിയ കാലത്ത് അനീതിക്കെതിരെ നടന്ന ഒരു സന്ധി സമരമുണ്ടായിരുന്നു. അതിനാണ് ഹിൽഫുൽ ഫുദൂൽ എന്ന് പറയുന്നത്. മക്കയിലേക്ക് ഉംറ ചെയ്യാൻ, അന്നത്തെ ഉംറ അതായത് മക്കയെ തീർത്ഥാടനം ചെയ്യാൻ, കഅബാലയം തീർത്ഥാടനം ചെയ്യാൻ വരുന്ന ആളുകളെ മരുഭൂമിയിൽ വെച്ച് ചില ആളുകൾ കൊള്ളയടിച്ചപ്പോൾ മക്കക്കാരായ ചില ആളുകളെ ചെറുപ്പക്കാർ മുഴുവനും ഒരുമിച്ച് ചേർന്ന്, അക്കൂട്ടത്തിൽ ഹബീബായ നബി തങ്ങളുണ്ട്. തങ്ങൾക്ക് 40 വയസ്സാകുന്നതിൻ്റെ മുമ്പായിരുന്നു അത്. നബിയായില്ല, പ്രവാചകത്വം ലഭിച്ചിട്ടില്ല. അവരെല്ലാവരും കൈകോർത്ത് പിടിച്ചിട്ട് കഅബാലയത്തിൻ്റെ കില്ല പിടിച്ചുകൊണ്ടൊരു ശപഥം ചെയ്തു. ഇനി ഒരാളും മക്കയിലേക്ക് വരുന്ന ഒരാളും വഴിവെക്കിൽ വെച്ച് ആക്രമിക്കപ്പെടരുത്. ആക്രമിക്കപ്പെടുന്നവർക്ക് അനുകൂലമായി, അക്രമികൾക്കെതിരായി നമ്മൾ
ജനങ്ങളുടെ കൂടെ നിന്നുകൊണ്ട് സംരക്ഷണം നൽകും എന്ന് പറഞ്ഞ ഹിൽഫുൽ ഫുദൂലിനെ കുറിച്ച് തങ്ങൾ പറഞ്ഞു, ലൗ ദുഈതു ഫിൽ ഇസ്ലാമി ലഅജബ്തു. ഇനി ഇസ്ലാം വന്നതിൻ്റെ ശേഷം അങ്ങനെ ഒരു സന്ധിയോ ഒരു കരാറോ ആരുണ്ടാക്കുകയാണെങ്കിലും മുസ്ലിമീങ്ങൾ തന്നെയല്ല, സമാധാനത്തിന് വേണ്ടി ഏത് സംവിധാനമാകട്ടെ, ഏത് പാർട്ടികളാകട്ടെ, ആരായിരുന്നാലും ജനങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടി ഒരു സംവിധാനം വരുമ്പോൾ അതിൻ്റെ കൂടെ ഞങ്ങളുണ്ടാകുമെന്നൊരാശ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പുണ്യനബി തങ്ങളുടെ ദീൻ എന്ന് പറയുന്നത് ഈ തരത്തിലുള്ള വളരെ മനോഹരമായ കാഴ്ചപ്പാടുകളാണ്. വളരെ മനോഹരമായ കാഴ്ചപ്പാടുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബിമാർ ഖുലഫാഉർ റാഷിദുകളായ സിദ്ദീഖ് എന്നവരും ഉമർ റളിയല്ലാഹു അൻഹുവും അതുപോലെ ഉസ്മാൻ തങ്ങളും അലിയാർ തങ്ങളും വളരെ മനോഹരമായ സത്യസന്ധതയുടെ, വളരെ നിഷ്പക്ഷതയുടെ, സമഭാവനയുടെ, ഐക്യത്തിൻ്റെ, ഒരുമിച്ച് ജീവിക്കലിൻ്റെ, പാരസ്പര്യ ബോധത്തിൻ്റെ, പരസ്പര സഹകരണത്തിൻ്റെ ഈ ഒരു നന്മയാണ് ലോകത്തിന് കാണിച്ചു കൊടുത്തത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവർ നന്മയുടെ കൂടെയാണ്. സ്വഹാബികൾ അങ്ങനെയാണ്, നമ്മൾ അങ്ങനെ പഠിപ്പിച്ചത്. നമ്മുടെ മക്കൾ തെറ്റ് ചെയ്യുമ്പോഴേ എൻ്റെ മക്കൾ തെറ്റ് ചെയ്യില്ല എന്നല്ല പറയേണ്ടത്. എൻ്റെ മക്കൾ ചെയ്ത് തെറ്റാണെങ്കിൽ അവരെ കൊണ്ട് ഞാൻ അത് തിരുത്തിപ്പിക്കും, അല്ലെങ്കിൽ അവരതിന് മാപ്പ് പറയണം എന്ന് പറയലാണ് ഒരു വാപ്പ. എന്നല്ല എൻ്റെ കുട്ടികളൊക്കെ സ്വർഗത്തിൽ പോകുന്ന മക്കളാണ്, എൻ്റെ മക്കളത് ചെയ്യില്ല, എൻ്റെ മക്കളത് ചെയ്യൂല, അങ്ങനെ പറയണ്ട. നമുക്കറിയില്ല നമ്മുടെ മക്കളുടെ ചിന്തകളിൽ എപ്പോഴാണ് മാറ്റം വരുന്നത്, അവരുടെ വ്യക്തിത്വത്തിൽ എപ്പോഴാണ് വ്യത്യാസങ്ങൾ വരുന്നത്, നമുക്കറിയില്ലല്ലോ. അതുകൊണ്ട് തെറ്റുകൾ എവിടെയാണെങ്കിലും ആ തെറ്റുകളെ നമ്മൾ പൊറുപ്പിക്കില്ല. സത്യം എവിടെയാണെങ്കിലും നമ്മൾ ആ സത്യത്തിൻ്റെ കൂടെയാണ്. ഈ ഒരു ആശയം ലോകത്തിന് കാഴ്ചവെച്ചതാണ് വിശുദ്ധ ഇസ്ലാം. അതുകൊണ്ടാണ് വലാ യജ്രിമന്നകും ശനആനു ഖൗമിൻ അലാ അല്ലാ തഅദിലൂ യഅദിലൂ ഹുവ അഖ്റബു ലിത്തഖ്വാ. സർവമനുഷ്യർക്കും നീതിയും സർവമനുഷ്യർക്കും സമാധാനവും, ലോകത്ത് സത്യവും ധർമ്മവും ന്യായവും ജയിക്കണം. അതിനേ ജയമുള്ളൂ, അതിന് മാത്രമേ യൗവനമുള്ളൂ, അതേ ലോകത്ത് വിജയിക്കൂ. ഇത് അല്ലാഹുവിൻ്റെ സംവിധാനമാണ്. എന്തൊക്കെ പുകമറയിട്ടാലും, എന്തൊക്കെ അധികാരമോ പവറോ സമ്പത്തോ എന്തൊക്കെ ചൊരിഞ്ഞ് ഒരു സത്യത്തെ മൂടിവെച്ചാലും അസത്യം നീങ്ങിപ്പോയി ആ സത്യം പുറത്തേക്ക് വരും. സുബ്ഹാനല്ലാഹ്. അല്ലാഹു നമുക്ക് സത്യത്തിൻ്റെയും സിദ്ഖിൻ്റെയും ആളുകളുടെ കൂടെ, ന്യായത്തിൻ്റെ കൂടെ, സത്യസന്ധതയുടെ കൂടെ നിലകൊള്ളാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് നൽകട്ടെ. നമ്മുടെ ദീൻ അല്ലാഹു നൽകുന്നൊരു അമാനത്താണ്. ആ അമാനത്തിനെ കാത്തു സൂക്ഷിക്കാനുള്ളൊരു പ്രതിജ്ഞയാണ് ഈ വിശുദ്ധ റമളാനിൻ്റെ വരവോടുകൂടെ നമ്മൾ എടുക്കുന്നത്. റബ്ബ് തആല അല്ലാഹുവിലേക്ക് മനസ്സുകൊണ്ടെടുക്കാനും അമലുകളെ കൊണ്ട് പടച്ച തമ്പുരാനിലേക്ക് കൂടുതൽ കൂടുതൽ അല്ലാഹുവിൻ്റെ സ്നേഹം കൈപ്പറ്റാനും നരകമോചനം ലഭിക്കാനും പാപങ്ങളിൽ നിന്ന് കഴുകി പാപക്കറകളിൽ നിന്ന് നമ്മളെ മോചിതരാക്കി അല്ലാഹുവിൻ്റെ മലക്കുകൾ ഇഷ്ടപ്പെടുന്ന നല്ല മനുഷ്യരായി നമുക്ക് മാറാനും പടച്ച തമ്പുരാൻ തൗഫീഖ് തരട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമ്മൾ ഓരോരുത്തരുടെയും മനസ്സിൽ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. ഈ വിശുദ്ധ ശഅബാൻ ഇതാ നമുക്ക് തൊട്ടടുത്ത ദിവസം ഖുർആന്റെ രാവ് വരികയാണ്. നമുക്ക് നോമ്പനുഷ്ഠിക്കണം, ഇബാദത്തുകൾ ധാരാളം ചെയ്യണം. 3 യാസീൻ ഓതണം. അല്ലാഹുവിൻ്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ രാത്രിയിൽ പരിശുദ്ധരായ അസ്ഹാബുകളെ അവരുടെ ഖബറിടങ്ങളിൽ പോയി സന്ദർശിച്ച് അവർക്ക് വേണ്ടി ദുആ ചെയ്തിട്ടുണ്ട്. ജന്നത്തുൽ ബഖീഇൽ ഹബീബ് ഉണ്ടായിരുന്നു എന്നൊക്കെ ഹദീസുകളിൽ കാണുകയാണ്. അല്ലാഹു നമ്മൾ മരണപ്പെട്ടു പോയ ആളുകൾക്ക് മഗ്ഫിറത്ത് ചെയ്യട്ടെ. അവരുടെ ഖബറുകൾ അല്ലാഹു സ്വർഗ്ഗത്തോപ്പാക്കി കൊടുക്കട്ടെ. ഞാൻ ഇന്ന് വരുമ്പോൾ ഭക്ഷണം കഴിക്കാൻ പോയി വീട്ടിലെ ഒരു ഉമ്മ രോഗിയായി രോഗശയ്യയിലാണ്. ഉമ്മാക്ക് അല്ലാഹു നീ ശിഫ കൊടുക്കണേ പടച്ചവനെ. ഇപ്പം നമ്മുടെ ഇവിടെ കണ്ട എൻ്റെ സുഹൃത്ത്, അദ്ദേഹം വഴിവക്കിൽ പോകുന്ന വഴിയിൽ അവിചാരിതമായി അദ്ദേഹം അവിടുത്തെ ഇറാഖി എംബസിയിൽ വർക്ക് ചെയ്യുന്ന ആളാണ് ഫൈസൽ സാഹിബ്. അദ്ദേഹത്തിൻ്റെ പിതാവിന് വേണ്ടി ദ്വാരക്കാൻ വേണ്ടി പറഞ്ഞു. അള്ളാഹു അദ്ദേഹത്തിൻ്റെ പിതാവിന് ശിഫ നൽകട്ടെ, സലാമത്ത് നൽകട്ടെ. അള്ളാഹു നമ്മുടെ വീടുകളിലൊക്കെ ഒരുപാട് രോഗികളുണ്ട്. നമ്മുടെ മക്കളിൽ, ഭാര്യ സന്തതികളിൽ, നമ്മുടെ ഭർത്താക്കന്മാർ, നമ്മുടെ സഹോദരങ്ങൾ, കുട്ടികൾ, വിദ്യാർത്ഥിനികൾ, വല്യമ്മമാർ, എല്ലാവർക്കും അള്ളാഹു ശിഫ കൊടുക്കണേ പടച്ചവനെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ജസീലൻ ജമീലൻ ദായിമൻ ബിദവാമി മുൽക്കില്ലാഹ്. റഹ്മാൻ റഹീമീനായ റബ്ബേ, ഞങ്ങളുടെ മജ്ലിസിനെ നീ സ്വീകരിക്കണേ പടച്ചവനെ. ഞങ്ങൾക്ക് നീ മാപ്പ് നൽകണേ തമ്പുരാനെ. ഞങ്ങളോട് ക്ഷമിക്കണമേ തമ്പുരാനെ. റഹ്മാൻ റഹീമീൻ, ഞങ്ങളുടെ മനസ്സിൻ്റെ കറകളെ, മനസ്സിൻ്റെ തെറ്റുകളെ നീ മായ്ച്ചു കളയണേ തമ്പുരാനെ. നിൻ്റെ ഖുർബും നിൻ്റെ ലിഖായിലും ഞങ്ങൾക്ക് സാധ്യമാക്കി തരണേ പടച്ചവനെ.
അള്ളാഹു നീ ഇഷ്ടപ്പെടുന്ന സ്വഭാവം ഞങ്ങളെ നൽകണേ പടച്ചവനെ. അള്ളാഹു ഞങ്ങൾ ചെയ്തു പോയ എല്ലാ തെറ്റുകളും നിരുപാധികം ഈ രാത്രിയിൽ ഞങ്ങൾക്ക് നീ മാപ്പ് നൽകണേ തമ്പുരാനെ. അള്ളാഹു ഞങ്ങളോട് പൊറുക്കണേ തമ്പുരാനെ. അള്ളാഹു ഇത് ഞങ്ങളുടെ തൗബയാണ്, പശ്ചാത്താപമാണ്, ഖേദപ്രകടനമാണ്, നിനക്ക് നൽകുന്ന വാക്കുകളാണ്. അള്ളാഹു ഞങ്ങൾക്ക് തെറ്റിലേക്ക് പോകാതെ നല്ലവരായി ജീവിക്കാൻ തൗഫീക്ക് തരണേ റബ്ബേ. ഞങ്ങളുടെ നഫ്സിനെ കൺട്രോൾ ചെയ്യാൻ തൗഫീക്ക് തരണേ പടച്ചവനെ. പിശാചിൻ്റെ ദുർബോധനങ്ങളും വൃഥാവിലുള്ള മോഹങ്ങളും ശരീരത്തിലും ചിന്തകളിലും അവൻ വരുത്തിവെക്കുന്ന മാറ്റങ്ങളും ഇതിനൊന്നും ഞങ്ങളുടെ മക്കളാരും വിധേയപ്പെടാതെ അള്ളാഹു ഇസ്തിഖാമത്തിൻ്റെയും നേർവഴിയുടെയും സ്വലാഹിൻ്റെയും നന്മയുടെയും വഴികളിൽ അഹ്ലുസുന്ന വൽ ജമാഅത്തിൻ്റെ നേരായ വഴികളിൽ സച്ചരിതരായി ജീവിച്ച് മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾ എല്ലാവർക്കും നീ നൽകണേ തമ്പുരാനെ. ബഹുമാനപ്പെട്ട സമസ്തകളുടെ ജമീഅത്തുൽ ഉലമയെ അജയ്യമായി നീ സംരക്ഷിക്കണമേ തമ്പുരാനെ. റഹ്മത്തുർ ഉമറാക്കൾ, സമൂഹത്തിന് നേതൃത്വം നൽകുന്ന ആളുകൾ, പാണക്കാട് സാദാത്യങ്ങൾ അടക്കമുള്ള നാടിൻ്റെ, മഹലിൻ്റെ, രാജ്യത്തിൻ്റെ, നമ്മുടെ പരിസരങ്ങളിൽ ദീനീ സംവിധാനങ്ങൾക്കൊക്കെ സംഭാവനകളും സുരക്ഷയും നൽകിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് പ്രവർത്തകന്മാർ, അള്ളാഹുവിനൊക്കെ നീ ദീർഘായുസ്സും ആഫിയത്തും നൽകണേ റബ്ബെ. അവരിൽ മരിച്ചവർക്ക് നീ മഗ്ഫിറത്ത് നൽകണേ റബ്ബെ. ജീവിച്ചിരിക്കുന്നവർക്ക് ആഫിയത്തും സലാമത്തും നൽകണേ റബ്ബെ. ജോലിയില്ലാതെ, ഒരു മഈശത്തില്ലാതെ, കച്ചവടത്തിൽ മെച്ചമില്ലാതെ പ്രയാസപ്പെടുന്ന, കടങ്ങളെ കൊണ്ട് കുടുങ്ങിക്കഴിയുന്ന ആളുകൾ ഒരുപാടുണ്ടല്ലോ. അള്ളാഹു ഞങ്ങളുടെ കടങ്ങളൊക്കെ വീടാനുള്ള വഴി എളുപ്പമാക്കി തരണേ പടച്ചവനെ. അള്ളാഹു ഞങ്ങളുടെ മുമ്പിലുള്ള പ്രയാസങ്ങളെ, പ്രതിസന്ധികളെ തരണം ചെയ്യാൻ തൗഫീക്ക് നൽകണേ പടച്ചവനെ. അള്ളാഹു ഞങ്ങൾക്ക് ക്ഷമ നൽകണേ റബ്ബേ. ഖൽബുകളെ നീ ഉറപ്പിച്ചു നിർത്തണേ പടച്ചവനെ. അള്ളാഹു ഞങ്ങളുടെ ഏത് പ്രതിസന്ധിയിലും നീ ഞങ്ങളെ കൈവിടരുതേ തമ്പുരാനെ. നിൻ്റെ റഹ്മത്തിൻ്റെ നോട്ടം ഞങ്ങൾക്കുണ്ടാകണേ അള്ളാഹ്. ഞങ്ങളുടെ മക്കളെ സ്വാലിഹീങ്ങളാക്കി തരണേ പടച്ചവനെ. അവർ നല്ലവരായി ജീവിച്ച് വളർന്ന് പഠിച്ച് സമൂഹത്തിനും നാടിനും നന്മ ചൊരിയുന്നവരായി മാറിക്കാണുന്ന സൗഭാഗ്യം ഉണ്ടാക്കി തരണേ പടച്ചവനെ. മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുന്ന മക്കളായി ഞങ്ങളുടെ മക്കളെ മാറ്റണേ റബ്ബേ. ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുന്നവരായി ഞങ്ങളെ നീ മാറ്റിത്തരണേ പടച്ചവനെ. ഇൽമ കൊണ്ട് അനുഗ്രഹിക്കണേ റബ്ബേ. അമലിന് തൗഫീഖ് നൽകണേ പടച്ചവനെ. സ്വഭാവശുദ്ധി കൊണ്ട് ഞങ്ങൾ അലങ്കരിച്ചു തരണമേ തമ്പുരാനെ. അള്ളാഹു ഞങ്ങളുടെ തൗബയെ കബൂൽ ചെയ്യണേ അള്ളാഹ്. മരിച്ചുപോയ ഖബറാളികൾക്ക് മുഴുവൻ നീ മഗ്ഫിറത്ത് നൽകണേ പടച്ചവനെ. മാരകങ്ങളായ അസുഖങ്ങളെന്ന് ഞങ്ങൾ പേടിക്കുന്ന അസുഖങ്ങൾ വന്നവർക്കൊക്കെ നീ അത്ഭുതകരമായി ശിഫ കൊടുക്കണേ പടച്ചവനെ. നീ ശിഫ നൽകണേ റബ്ബേ. അത്തരമൊരു അസുഖവും ഇവിടെയുള്ള ഒരാൾക്കും, ഞങ്ങളുമായി ബന്ധമുള്ള ഒരു മുഅ്മിനാത്തിനും ഒരു മനുഷ്യർക്കും വരാതെ അള്ളാഹു നീ കാത്തുരക്ഷിക്കണേ തമ്പുരാനെ. അള്ളാഹു നിൻ്റെ സ്വർഗം അത് ചോദിക്കാൻ ഞങ്ങൾ അർഹരല്ല പടച്ചവനെ. നിൻ്റെ റഹ്മത്തിൻ്റെ വിശാലതയിൽ നിന്നുകൊണ്ട് ഞങ്ങൾ ചോദിക്കുകയാണ് അള്ളാഹ്. പാപികളും സാധുക്കളുമായി ഞങ്ങളുടെ മാതാപിതാക്കൾ, ഗുരുനാഥന്മാർ, ഉസ്താദുമാർ, ഈ പരിപാടിക്ക് ഇവിടെ വന്നവർ, വന്നിരുന്നവർ, ഇനി വരാനിരിക്കുന്നവർ, നാളത്തെ പരിപാടിക്ക് എത്തുന്നവർ, കഴിഞ്ഞ വർഷങ്ങളിൽ മുൻകാലങ്ങളിൽ എൻ്റെ ദീനിൻ്റെ സംവിധാനങ്ങളുടെ കൂടെ നിന്നവർ, ബഹുമാനപ്പെട്ട സമസ്തകളുടെ ജമീഅത്തുൽ ഉലമക്ക് ഈ 100 വർഷമായി അതിന് സേവനം ചെയ്ത് ഭരിച്ചുപോയ ഉലമാ ഉമറാക്കൾ, മഹത്തുക്കളായും സാധാരണക്കാരുമായ ഒരുപാട് ആളുകൾ, അർഹമർ റഹീമേ, കാരുണ്യവാനെ, ഞങ്ങൾക്ക് നിൻ്റെ സ്വർഗം നൽകണേ റബ്ബേ. നിൻ്റെ നരകമോചനം ലഭിക്കുന്ന ഉതഖാഇനാരിൽ ഞങ്ങൾ നീ ഉൾപ്പെടുത്തണേ പടച്ചവനെ. നാളെ സ്വർഗത്തിലെത്തുകയും നിന്നെ കാണുകയും ഹബീബിനെ കാണുകയും ചെയ്യാൻ ഭാഗ്യം കിട്ടുന്നവരാക്കണേ റബ്ബേ. അവിടുത്തെ കൈകൊണ്ട് ഹൗദുൽ കൗസർ കുടിപ്പിക്കണേ റബ്ബേ. വമിംബരി അലാ ഹൗദി എന്ന് പറഞ്ഞ ഹബീബിൻ്റെ മിമ്പറും ഹബീബിൻ്റെ ഹൗദും ഞങ്ങളെ കാണിക്കണേ പടച്ചവനെ. അവിടുത്തെ ശഫാഅത്ത് കൊണ്ട് അനുഗ്രഹിക്കണേ പടച്ചവനെ. ഈ വർഷത്തെ ഹജ്ജിനുദ്ദേശിച്ചവർക്കെല്ലാം എളുപ്പമാക്കി കൊടുക്കണേ റബ്ബേ. കഴിഞ്ഞ വർഷങ്ങളിൽ ഹജ്ജ് ചെയ്ത് വന്നവരിൽ നിന്ന് സ്വീകരിക്കണേ പടച്ചവനെ. ഉംറകൾ നീ സ്വീകരിക്കണേ റബ്ബേ. കാരുണ്യവാൻ ഞങ്ങളുടെ ഹബീബിനെ സിയാറത്ത് ചെയ്യാൻ, ഒരുപാട് സിയാറത്ത് ചെയ്യാൻ, അവിടുത്തെ റൗളയിൽ ചെന്ന് സലാം പറയാൻ ഒരുപാട് തൗഫീഖ് നൽകണേ പടച്ചവനെ. കാരുണ്യവാൻ അംബിയാഇനെ, സ്വാലിഹീങ്ങളെ, സജ്ജനങ്ങളെ സിയാറത്ത് ചെയ്യാനുള്ള തൗഫീഖ് നൽകണേ പടച്ചവനെ. അർഹമർ റഹീമേ, ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ നാടിനെയും പ്രത്യേകിച്ച് ഞങ്ങളുടെ വിദ്യാർത്ഥിനികൾ, ഞങ്ങളുടെ പെൺകുട്ടികൾ ഒരൊന്നും വഴിതെറ്റിപ്പോകാതെ കാക്കണേ പടച്ചവനെ. മദ്യത്തിനും ലഹരിക്കും വ്യഭിചാരത്തിനും അടിമകളാകാതെ നീ കാക്കണേ പടച്ചവനെ. ബിജാഹി വഹഖ് നബിക സയ്യിദിനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم بارك لنا فيما بقي من شعبان وبلغنا رمضان. اللهم وفقنا فيه للصيام والقيام وتلاوة القرآن. آمين برحمتك يا أرحم الراحمين. وصلى الله وسلم وبارك على سيدنا محمد وعلى آله وصحبه وسلم بفضل صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم.
اللهم صل على محمد يا رب صل عليه وسلم وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.